الحمد لله والصلاة والسلام على رسول الله وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وسلم تسليما كثيرا أما بعد. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്ന വിഷയം ദൗഖു സ്വലാ എന്ന വിഷയമാണ്. സലാത്തിന്റെ നിസ്കാരത്തിന്റെ മാധുര്യത്തെ സംബന്ധിച്ചാണ്. ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ച് നമ്മൾ കാണുന്നത് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ആണ്. അദ്ദേഹം ഒരുപാട് കിതാബുകളിൽ ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും വിശദമായി സംസാരിച്ചിട്ടുള്ള കിതാബാണ് അൽ കലാം അല ഹഖീഖത്തി അല മസാലത്തി സമാ എന്ന് പറയുന്ന ഒരു കിതാബിൽ നിസ്കാരത്തെ സംബന്ധിച്ച് വിശദമായി സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് കിതാബ് സലാ എന്ന് പറയുന്ന ഒരു കിതാബ് തന്നെ ഉണ്ട്. അതുപോലെ സാദുൽ മആദിൽ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ പല കിതാബുകളും നിസ്കാരത്തെ സംബന്ധിച്ച് ധാരാളമായിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രായപൂർത്തി എത്തിയതിന് മുതൽ എന്ത് ചെയ്യുന്നതാണ്, നിസ്കരിച്ച് തുടങ്ങിയ ആളുകളാണ് അല്ലേ. അപ്പോൾ നമ്മളെല്ലാ ദിവസവും നിസ്കരിക്കുന്നുണ്ട്, ഒരുപാട് വർഷങ്ങളായി നമ്മൾ നിസ്കരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ബിദ്നില്ലാ അല്ലാഹു യുവഫ്ഫിഖ്ന മരണം വരെ നമ്മൾ നിസ്കരിക്കും അല്ലേ. അപ്പോൾ ഈ നിസ്കാരം ഇത്രയും നമ്മൾ ടൈം കൊടുത്ത് നിസ്കരിക്കുന്ന ഈ ഒരു നിസ്കാരം, അതിനൊരു എന്താണ്, അതിൽ ഈ ഖുശൂഉം അതുപോലെ നിസ്കാരത്തിന് വേണ്ട മാധുര്യമൊന്നും ഇല്ലാതെയാണ് നിസ്കരിക്കുന്നതെങ്കിൽ അതിന്റെ ഒരു ഫലം ഉണ്ടാവില്ല അല്ലെ. നമ്മൾ ഒരുപാട് കാലം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, പക്ഷെ അതിന് ഒരു ഫലവും ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്താണ്? അതിനെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഗാശിയയിൽ പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഹൽ അതാക ഹദീസുൽ ഗാശിയ വുജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ. അതിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഒരുപാട് പണിയെടുത്തിട്ട് എന്താ ചെയ്തിട്ടുണ്ട്, നാസിബ ക്ഷീണിച്ചിട്ടുണ്ട്, തസ്ലാ നാറൻ ഹാമിയ, എന്നിട്ട് നേരെ നരകത്തിലേക്കാണ് പോണത്. അതിന്റെ ഒരു കഷ്ടപ്പാട് നമ്മൾ ആലോചിച്ച് നോക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം ഖസറ ദുനിയ വൽ ആഖിറ, ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടുള്ള അവസ്ഥയാണ് അല്ലേ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസുണ്ട്. ആ ഒരു ഹദീസ് മർഫൂ ആയിട്ടും മൗഖൂഫായിട്ട് വന്നിട്ടുണ്ട്. ധാരാളം കിതാബുകൾ വന്നിട്ടുണ്ട്. ഇമാം ഇബ്നു അബീ ശൈബ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുസന്നഫിൽ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇന്ന റജുല ല യുസല്ലി 60 സന, ഒരാള് 60 വർഷം എന്ത് നിസ്കരിക്കും. മാ തുഖ്ബലു ലഹു സ്വലാഹ്, അവന്റെ ഒരു നിസ്കാരം പോലും അല്ലാഹു സ്വീകരിക്കൂല അല്ലേ. ലഅല്ലഹു യുതിമു റുകൂഅ വലാ യുതിമു സുജൂദ്, ചിലപ്പോൾ അയാൾ എന്ത് ചെയ്യും, റുകൂഅനെ കംപ്ലീറ്റ് ആയിട്ട് റുക്കൂ ചെയ്യുന്നുണ്ടാകും, പക്ഷെ സുജൂദ് എന്താക്കുന്നുണ്ടാവില്ല, പൂർത്തീകരിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ സുജൂദ് പൂർത്തീകരിക്കുന്നുണ്ടാകും, റുക്കൂ പൂർത്തീകരിക്കുന്നുണ്ടാവില്ല. ഇതിനൊക്കെ അപ്പുറത്ത് വലിയൊരു വിഷയമുണ്ട്. ഏറ്റവും വലിയ നിസ്കാരം നടക്കേണ്ടത് എന്തുകൊണ്ടാണ്? ഹൃദയം കൊണ്ടുള്ള നിസ്കാരമാണ് അല്ലേ. അത് നമ്മുടെ ശരീരം റുക്കൂ ചെയ്യുമ്പോൾ അതിന്റെ മുമ്പായിട്ട് ഹൃദയം റുക്കൂ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശരീരം സുജൂദ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹൃദയം സുജൂദ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് നടന്നിട്ടില്ലെങ്കിൽ എന്റെ ഒരു വലിയൊരു അവസ്ഥ ആലോചിച്ച് നോക്ക്. ഒരാൾ 60 വർഷം നിസ്കരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ മരണം വരെ നിസ്കരിച്ചിട്ട് ആ നിസ്കാരം ഒന്നും സഹിയായിട്ടില്ലെങ്കിൽ, അതൊന്നും അല്ലാഹു സ്വീകരിച്ചില്ലെങ്കിൽ, ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബൻ, ഹദീസിൽ വന്നതാണ് അല്ലേ. അർബഈൻ നബവിയിൽ നമ്മൾ പഠിക്കുന്ന ഹദീസാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യിബാണ്, തയ്യിബ് അല്ലാത്തതൊന്നും അല്ലാഹു സ്വീകരിക്കൂല. ഏറ്റവും എന്താണ് വിശുദ്ധമായിട്ടുള്ള സ്വീകരിക്കുള്ളൂ. നമ്മൾ ഒരാൾക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു യാതൊരു വാല്യൂ ഇല്ലാത്തൊരു സംഗതി, അല്ലെങ്കിൽ ഒരു എന്താ പറയാ വളരെ മുസ്തഖ്ദറായിട്ടുള്ള ഒരാള് താല്പര്യമില്ലാത്തൊരു സംഗതിയെ നമ്മൾ ഒരാൾക്ക് ഹദിയയായിട്ട് കൊടുക്കുകയാണെങ്കിൽ, നമുക്ക് ഒരാൾ തരാണെങ്കിൽ നമ്മൾ സ്വീകരിക്കുമോ? ഇല്ല.
അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ഇന്നല്ലാഹ ലാ യഖ്ബലു ഇല്ലാ തയ്യിബൻ, അല്ലാഹു തയ്യിബല്ലാത്ത സ്വീകരിക്കൂല എന്നാണ്. അപ്പോൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ കലാം അല മസ്അലത്തി സമാ എന്ന കിതാബിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് വിശദമായി സംസാരിക്കുന്നുണ്ട്. ഇവിടെ ഖുശൂഇനെ സംബന്ധിച്ച് ഒന്നുമല്ല സംസാരിക്കുന്നത്, നിസ്കാരത്തിന്റെ മാധുര്യം, അതിന്റെ ഒരു എന്താണ് ഹലാവത്ത് എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ആസ്വദിക്കാമെന്നതിനെ സംബന്ധിച്ചാണ്. അതിൽ തുടക്കത്തിൽ പറയുന്ന ഒരു കാര്യം ഞാൻ വായിക്കാം, ബാക്കി ഞാൻ അതിന്റെ ആശയം മാത്രം പറയാം. അദ്ദേഹം പറയുന്നു, ലാ റൈബ അന്ന സ്വലാ ഖുർറത്തു ഉയൂനിൽ മുഹിബ്ബീൻ, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൺകുളിർമ എന്നുള്ളത് നിസ്കാരമാണ്, അല്ലേ? വലദ്ദത്തു അർവാഹിൽ മുവഹ്ഹിദീൻ, മുവഹ്ഹിദീങ്ങളുടെ ആത്മാക്കളുടെ അർവാഹുകളുടെ ആസ്വാദനം എവിടെയാണ്? നിസ്കാരത്തിലാണുള്ളത്. വമഹക്കു അഹ്വാൽ സാദിഖീൻ, ആരാണ് സത്യസന്ധന്മാര് അല്ലാത്തവരെന്നുള്ളത് അതിനെ മാറ്റൊരുക്കുന്ന സംഗതി എന്തെന്നാണ്? അത് നിസ്കാരമാണ്. വമീസാനു അഹ്വാലി സാലിഖീൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരുടെ അവസ്ഥയെ അളന്നു നോക്കുന്ന സംഗതിയാണ് മീസാനാണ്, തുലാസാണ് നിസ്കാരം. ഈ സലാത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും വലിയ റഹ്മത്തായിട്ടുള്ള കാര്യം. വഹിയ റഹ്മതു അൽ മുഹ്ദാ ഇലാ അബീദി, അല്ലേ? ഹദാഹും ഇലൈഹ വഅറഫഹും ബിഹ, അല്ലാഹു നമുക്ക് ഹിദായത്ത് നൽകിയതാണ്. അവ എവിടെ വെച്ചിട്ടാണ് നൽകുന്നത്? മറ്റെല്ലാ എന്താണ് ശരീഅത്തുകൾ നമുക്ക് ദുനിയാവിൽ വെച്ച് അള്ളാഹു എന്താണ് മലക്ക് മുഖാന്തരം നൽകിയത്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏഴാമത്തെ ആകാശത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാണം നടത്തിയിട്ട് അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്? നേരിട്ടാണ് നൽകുന്നത്, അല്ലേ? അത്രയും വാല്യുള്ള സംഗതിയാണത്. അപ്പോ ഈ ഒരു സലാത്ത് എന്ന് പറയുന്നതിനെ സംബന്ധിച്ചിടത്തോളം അതില് നമ്മുടെ ഹൃദയവും നമ്മുടെ എന്താണ് ശരീരവും ഒരുപോലെ അതിൽ എന്ത് ചെയ്യണം? ഇബാദത്ത് ചെയ്യണം. അങ്ങനെയാണെങ്കിലാണ് അതിൽ ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യേണ്ടത് എന്താണ്? നിസ്കരിക്കേണ്ടത് നമ്മൾ ഹൃദയമാണ് എന്നുള്ളതാണ്. വജഅല ഹവ്വൽ ഖൽബി മിൻഹാ അക്മലൽ ഹവ്വൈനി വഅദമഹാ വഅദമിഹിമാ, അതാണ് ഹൃദയത്തിന്റെ നിസ്കാരമാണ് ശരീരത്തിന്റെ നിസ്കാരത്തിലേക്കാണ് വലുതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ അതിലുള്ള ഹൃദയത്തിൻ്റെത് എന്താണുള്ളത്? അള്ളാഹുവിലേക്ക് ഹൃദയം കൊണ്ട് മുന്നിടുക, അള്ളാഹുവുമായിട്ടുള്ള ആ മുനാജാത്തിൽ ഹൃദയം എന്ത് ചെയ്യണം? സന്തോഷിക്കണം. അതുപോലെ തന്നെ അള്ളാഹിനോട് അടുക്കുന്നതിൽ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നതിൽ ആത്മനിർവൃതി കൊള്ളേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹു അല്ലാത്ത എല്ലാത്തിൽ നിന്ന് നമ്മുടെ ഹൃദയം എന്ത് ചെയ്യണം? മാറി നിൽക്കണം. അതാണുള്ളത്. എങ്കിലാണ് ആ ഒരു എന്താണ് അബൂദിയത്ത് പൂർത്തിയാകുള്ളൂ എന്നാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്, നിസ്കാരം എന്ന് പറഞ്ഞാൽ, സലാത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കിയിട്ടുള്ള ഒരു വിരുന്നാണ്. വിരുന്ന് എന്ന് പറഞ്ഞാൽ എന്താണ്? ദഅവത്താണ്. ഭക്ഷണം ഒരുക്കി നമ്മളെ ക്ഷണിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ക്ഷണിക്കുന്നതാണ്. ആ ഒരു വിരുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജുമിഅത് മിൻ ജമീഇൽ അൽവാനി വത്തുഹഫ് വൽഖിലഅ വൽഅതായ, എല്ലാ തരത്തിലുള്ള ഗിഫ്റ്റുകളും റെഡിയാക്കി അല്ലാഹു നമ്മൾ എന്ത് ചെയ്യാൻ ക്ഷണിക്കുകയാണ്. അതിൽ എല്ലാ തരത്തിലുള്ള എന്തുണ്ട്? ഗിഫ്റ്റുകളും എല്ലാ തരത്തിലുള്ള എന്താണ് സൗഭാഗ്യങ്ങളും ഒരുക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ക്ഷണിക്കുകയാണ്. എല്ലാ ദിവസവും 5 തവണ നമ്മൾ ക്ഷണിക്കുകയാണ്. അതിൽ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലുമുള്ള എല്ലാ മൻഫഅത്തും അതിലുണ്ട് ആ വിരുന്നിൽ പോയി കഴിഞ്ഞാൽ, അല്ലേ? എങ്കിലും നമുക്ക് അതിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് അതെല്ലാം നമ്മളെ എന്താ പറയാ ശാരീരിക അവയവങ്ങൾക്ക് അത് നൂറായി തീരും. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിന് ശക്തി പകരും, അതുപോലെ നമ്മുടെ ശരീരത്തിന് ശക്തി പകരും. അതുപോലെ തന്നെ ദുനിയാവിലും ആഖിറത്തിലും അതെന്തായിരിക്കും? നമുക്ക് ഉപകാരപ്രദമായി തീരുമെന്നുള്ളതാണ്. അപ്പോ ആ ഒരു വിരുന്ന്, ആ ഒരു ദഅവത്ത്, നമ്മള് ഇവിടുത്തെ ഭാഷയിൽ പറയുന്ന ദഅവത്ത്, ആ ഒരു ദഅവത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ വിളിക്കുന്നുണ്ട്, അല്ലേ? 5 നേരം വിളിക്കുന്നുണ്ട്.
ആ 5 നേരത്തെ ആ ദഅവത്തിൽ പോയാൽ മാത്രമാണ്, ആ ഒരു വിരുന്നിൽ നമ്മൾ പങ്കെടുത്താൽ മാത്രമാണ് നമ്മുടെ ഹൃദയത്തിന്റെ ആ ഒരു ദാഹം നമുക്ക് ശമിപ്പിക്കാൻ സാധിക്കുന്നുള്ളൂ എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്. എന്നിട്ട് അതിൽ നിന്ന് തിരിച്ചു വരുമ്പോ വഖദ് അശ്ബഅഹു അർവാഹ്, നമ്മുടെ ഹൃദയത്തെ അതിന്റെ വിശപ്പടക്കി അതിന്റെ ദാഹം അകറ്റി എന്നുള്ളതാണ്. അതിനു മുമ്പുള്ള ഹൃദയത്തിന്റെ അവസ്ഥ എന്താണ്? അങ്ങേയറ്റത്തെ ദാഹത്തിലും വിശപ്പിലുമാണുള്ളത്. അതുപോലെ തന്നെ ഹൃദയത്തിന്റെ ഹൃദയം നഗ്നമാണ്. അതുപോലെ തന്നെ രോഗാവസ്ഥയിലാണ് ആ ഒരു വിരുന്നിൽ എത്തുന്നതിന് മുമ്പായിട്ടുള്ളത്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ദുനിയാവിൽ ഏർപ്പെടുന്ന സമയത്ത് എല്ലാവിധ ഫിത്നകളിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത് അല്ലേ. അതുകൊണ്ടാണ് അതിനെ സംബന്ധിച്ചാണ് ഇപ്പോ ഹംസല റളിയല്ലാഹു അൻഹു പറഞ്ഞത് നാഫഖ ഹംസല. സ്വന്തം വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അള്ളാഹിന്റെ റസൂലിനെയും അത് മറന്നിട്ട് കൂടുതൽ കുടുംബത്തിലും ഇതിലൊക്കെ മുഴുകിപ്പോകുന്ന അവസ്ഥയിൽ അതൊരു നിഫാഖാണെന്ന് അദ്ദേഹത്തിന് തോന്നിപ്പോയി എന്നാണ്. അതേ അവസ്ഥ ആർക്കുണ്ടായി? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് തോന്നി എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇത് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇത് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സാഹചര്യമാണ് അല്ലെ. നമ്മൾ ഈ ഒരു ദുനിയാവിന്റെ ഈ ഒരു ഫിത്ന നിറഞ്ഞിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ ഹൃദയം എപ്പോഴും ദാഹിക്കുന്നുണ്ട്, അള്ളാഹുവിലേക്ക് ദാഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിശപ്പുണ്ട് അള്ളാഹുവിലേക്കുള്ള ആവശ്യം എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കാരണം നമ്മൾ മറ്റ് അള്ളാഹു അല്ലാത്തതിലേക്കാണ് മുഴുകിയിരിക്കുന്നത് എല്ലാ സമയവും എന്നുള്ളത്, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയുടെ ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പോ ഇനിയൊരു അവസ്ഥയിൽ നമ്മൾ നഫ്സിനെ വിട്ടുകഴിഞ്ഞാൽ ഉണങ്ങിപ്പോകും. പിന്നെ ഉണങ്ങിപ്പോയി പിന്നെ ഒന്നിനും കൊള്ളാത്ത രൂപത്തിൽ അത് നശിച്ചു പോകും എന്നുള്ളതാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഉദാഹരണമായിട്ട് ഒരു മരത്തെ പോലെയാണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്. ആ മരം എപ്പോഴും നമ്മൾ വെള്ളം കൊടുക്കണം, അതിനുള്ള വളം ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? മെല്ലെ മെല്ലെ ഉണങ്ങിപ്പോകും അല്ലെ. അവസാനം പിന്നെ അതെന്തിനേ പറ്റുള്ളൂ? വിറകാക്കാനേ പറ്റുള്ളൂ. അതുപോലെയാണ് നമ്മുടെ ശരീരം. ഈ ഒരു നിസ്കാരമില്ലെങ്കിൽ പിന്നെ നരകത്തിനെ നമുക്ക് പറ്റുള്ളൂ എന്നുള്ളതാണ് അല്ലേ. ഫഹീനഇദിൻ തഖ്തദി ഹിക്മതു ഖയ്യിമിൽ ബുസ്താൻ ഖതഅ തിൽക അശ്ശജറ വജഅലഹാ മുഖൂദൻ ലിന്നാർ. നമ്മുടെ നഫ്സുകൾ എന്ന് പറയുന്നത് ഒരു തോട്ടത്തിലെ വൃക്ഷങ്ങൾ പോലെയാണ്. നമ്മൾ ആ വൃക്ഷങ്ങൾ ശരിക്കും അതിന്റെ വെള്ളം എടുക്കാതെ അതിന്റെ പോഷകം എടുക്കാതെ ഇങ്ങനെ ഉണങ്ങിപ്പിടിച്ച് നിൽക്കുകയാണെങ്കിൽ പിന്നെ അതിന്റെ ഖയ്യിമുൽ ബുസ്താൻ ആ ഒരു തോട്ടത്തിന്റെ ഉടമസ്ഥൻ എന്താ ചെയ്യുക? ആ മരത്തെ മുറിക്കുകയാണ് ചെയ്യുക. എന്നിട്ട് നേരെ എന്ത് ചെയ്യും? അതിനെ വിറകാക്കി യൂസ് ചെയ്യാണ് ചെയ്യുക. അതുപോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ നമ്മൾ നരകത്തിലേക്കാണ് ഇടുക അത് കാരണത്താൽ എന്നാണ്. നമ്മുടെ നഫ്സ് ആ ഒരു എടുത്തിട്ടില്ലെങ്കിൽ, ശരിയായ അതിന്റെ വെള്ളവും ഭക്ഷണവും എടുത്തിട്ടില്ലെങ്കിൽ, അപ്പൊ നമ്മുടെ നഫ്സ് എങ്ങനെയാണ് എന്താകുന്നത്? ഉണങ്ങിപ്പോകുന്നത്, നശിച്ചു പോവുക. അള്ളാഹുവിന്റെ തൗഹീദ്, അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള സ്നേഹം, ഇതൊന്നും ആരും സംസാരിക്കാത്ത വിഷയമാണ് അല്ലേ. അള്ളാഹിനെ സ്നേഹിക്കണം എന്ന് പറയുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ വിഷയമാണ് അല്ലേ. നമ്മൾ ആരെക്കാളും സ്നേഹിക്കേണ്ടത് അള്ളാഹിനെയാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കപ്പെടേണ്ടത് അള്ളാഹിനെ കുറിച്ചാണ് അല്ലേ. നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളോടുള്ള സ്നേഹത്തെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിനെ കുറിച്ച് മുസ്ലിയാക്കന്മാരൊക്കെ വാതുരാതെ പ്രസംഗിക്കുന്നുണ്ട്. അള്ളാഹിനെ സ്നേഹിക്കേണ്ടതിനെ കുറിച്ച്, അള്ളാഹിനെ അല്ലാതെ വേറെ ആരെയും സ്നേഹിക്കേണ്ടത് എന്തിന്റെ പേരിൽ മാത്രം? അള്ളാഹിന്റെ പേരിൽ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ എന്നതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹിനെ പോലും ആരും സംസാരിക്കുന്നില്ല. അതുപോലെ അള്ളാഹിനെ അറിയണം. അള്ളാഹിനെ കുറിച്ച് അറിയാനാണ് നമ്മെ അള്ളാഹ് സൃഷ്ടിച്ചത് എന്നുള്ളതാണ് അല്ലേ. അതുപോലെ തന്നെ അള്ളാഹിനെ ദിക്ർ ചെയ്യുക, അള്ളാഹിനോട് ദുആ ചെയ്യുക. നമ്മുടെ നഫ്സിലെല്ലാം തന്നെ അതിന്റെ ദാഹം ശമിപ്പിക്കാൻ കഴിയും. അപ്പം മാത്രമാണ് നഫ്സിനെ നമുക്ക് സ്വർഗീയ അവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധിക്കുക. ഈ കാര്യങ്ങളെല്ലാം ചെയ്താൽ മാത്രമാണ്. ആ ഒരു തൗഹീദ് സാക്ഷാത്കരിക്കുക, അള്ളാഹിനെ സ്നേഹിക്കുക, അള്ളാഹിനെ അറിയുക, അള്ളാഹിനെ ദിക്ർ ചെയ്യുക, അള്ളാഹിനോടുള്ള ദുആ ചെയ്യുക, നിരന്തരമായ ദുആ. എങ്കിൽ മാത്രമാണ്, അതില്ലാതായി കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുക? ഹറാറത്തുൻ നഫ്സ് നമ്മെ ശരീരത്തിൽ പിടികൂടുക.
അല്ലേ? അപ്പോഴാണ് നമ്മുടെ ശരീരത്തെ, നമ്മുടെ നഫ്സിനെ എന്താണ് ഷഹവാത്തുകളെല്ലാം കൈയടക്കുക, അല്ലേ? അങ്ങനെയാണ് പിന്നീട് ആ ഒരു നഫ്സ് നരകത്തിന് മാത്രം ഉപകരിക്കുന്നതായി തീരുക അപ്പോൾ മാത്രമാണ്. ഇത് ഈ സംഗതികളില്ലാതായി തീരുക. അതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാ ഉലൈക ഫീ ളലാലിൻ മുബീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മൾ ശരീരത്തെ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാന്റെ മാർഗത്തില്, അള്ളാഹ്ക്കുള്ള ഉബൂദിയത്തിൽ, നേരത്തെ പറഞ്ഞ തൗഹീദ്, ദിക്ർ, മാരിഫത്ത്, അതുപോലെ മഹബ്ബത്ത്, ഈ കാര്യങ്ങളിലൊക്കെ ഉപയോഗപ്പെടുത്തണം. ആ വിഷയത്തിൽ ജനങ്ങൾ 3 തരത്തിലാണെന്നുള്ളത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ വിഭാഗം എന്നുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എന്തിനാണ് നമ്മെ സൃഷ്ടിച്ചത് ആ കാര്യത്തിന് വേണ്ടിയിട്ട് അവന്റെ ശരീരത്തെയും നഫ്സിനെയും പരിപൂർണമായി വിധേയപ്പെടുത്തിയവൻ. അതാ എന്തിനാണ് അവൻ സൃഷ്ടിച്ചത്? അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാനും അള്ളാഹിനെ മനസ്സിലാക്കാനും വേണ്ടിയാണ്, അല്ലെ? അങ്ങനെയുള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത്? നിസ്കാരത്തിൽ സലാത്ത് എന്നുള്ള, നിസ്കാരം എന്നുള്ള ആ ഒരു ഇബാദത്തിനെ ഏറ്റവും പരിപൂർണമായിട്ട് നിർവഹിക്കുന്ന ആളുകൾ. എന്നാൽ രണ്ടാമത്തെ വിഭാഗം ആളുകള് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് നമ്മൾ ഈ ശരീരത്തെയും നഫ്സിനെയും സൃഷ്ടിച്ചത് ആ ശരീരത്തെയും നഫ്സിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റായ കാര്യത്തിന് വിനിയോഗിക്കുക. അതെന്തിനാണ്? ഈ എല്ലാവിധ തിന്മകൾക്ക്, ഷഹവാത്തുകൾക്ക്, അല്ലെ, ആസ്വാദനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. അങ്ങനെയുള്ളവരാണ് എന്ത് ചെയ്യുന്നത്? അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റായ ഉദ്ദേശത്തിൽ ഉപയോഗിച്ച ആളുകൾ. ഇനി മൂന്നാമത്തെ വിഭാഗം ആളുകളുണ്ട്, എന്ത്? ഒരു പണിയെടുക്കാത്ത ആളുകൾ. ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്നില്ല. ഇനി അതല്ല, എന്താ പറയാ, ദുനിയാവിയായിട്ടുള്ള ആസ്വാദനങ്ങൾക്കോ അല്ലെങ്കിൽ ഇത് ഒന്നിനും, അല്ലെ ദുനിയാവിയായിട്ടുള്ള ഒന്നിനും പണിയെടുക്കുന്നില്ല. മൻ അത്തല ജവാരിഹു വ അമാതഹ ബിൽ ബതാല, സ്വന്തം ശരീരാവയവങ്ങളെ നിർജീവമാക്കി അല്ലെങ്കിൽ ഇങ്ങനെ മടി പിടിച്ച് ഒന്നുമല്ലാതാക്കിയ ആളുകൾ, അതിനെ നിർജീവമാക്കിയ ആളുകൾ ബിതാലത്ത് കൊണ്ട്. ബിതാലത്ത് എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ. അതിനെ സംബന്ധിച്ച് അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും വെറുക്കപ്പെട്ട ആളെന്ന് പറയുന്നത് എന്താണ്? ബത്താലാണ്, ഒരു പണിയെടുക്കാത്ത ആളുകൾ. ദുനിയാവിന്റെ ശുഗലും അല്ല, ആഖിറത്തിന്റെ ശുഗലും അല്ല. അവരാണ് ഈ ബത്താലിങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഈ അവയവങ്ങൾ എന്ന് പറയുന്നത് അത് ഏതുപോലെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു എന്താ പറയാ, ഒരു ഭൂമി തന്നതുപോലെയാണ്. എന്നിട്ട് അവിടെ കൃഷി ചെയ്യാനുള്ള എന്ത് തന്നിട്ടുണ്ട്? ആയുധങ്ങളെല്ലാം തന്നിട്ടുണ്ട്. കൈക്കോട്ടും അതുപോലെ തന്നെ എന്താ പറയാ പിക്കാസും എല്ലാം നൽകിയിട്ടുണ്ട്. അതിന് കൃഷി ചെയ്യാൻ ആവശ്യമുള്ള എല്ലാ ഉപകരണങ്ങളും നൽകി. അപ്പോ അതിൽ ഒരു വിഭാഗം ആളുകൾ എന്ത് ചെയ്യണം? എന്നിട്ട് അതിന് കൃഷി ചെയ്യാനുള്ള വിത്തുകളും നൽകിയിട്ടുണ്ട്. ഒരു വിഭാഗം ആളുകൾ അത് അതിന്റെ കറക്റ്റ് രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അത് അതിന്റെ എന്ത് ചെയ്യും? ഫലം നൽകും, അല്ലെ? കൃഷി ചെയ്ത് ഫലം നൽകും. എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾ ആ ഒരു സ്ഥലത്ത് എല്ലാവിധ എന്താ പറയുക, ഒന്നുകിൽ വന്യമൃഗങ്ങളെ പാർപ്പിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, എല്ലാവിധ തെമ്മാടിത്തരങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്ഥലം ഉപയോഗപ്പെടുത്തുകയും അതിനുള്ള കൃഷി ചെയ്യാൻ നൽകപ്പെട്ടുള്ള സാധനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് പോലെയാണ് ഏത്? സ്വന്തം ശരീരത്തെ അള്ളാഹുവിന്റെ മാർഗത്തിലല്ലാതെ ഉപയോഗപ്പെടുത്തുന്ന ആളുകളുടെ അവസ്ഥയാണ് പറയുന്നത്. ഇനി അപ്പൊ നമ്മൾ നിസ്കാരത്തിലേക്ക് നേരെ ഇനി കടക്കുകയാണ്. നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, നിസ്കാരത്തിലേക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അയാള് ആ പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ വാഫിദുൽ മലിക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മലിക്കാണ്, അല്ലെ, രാജാവാണ്. രാജാവിന്റെ അടുത്തേക്ക് എത്താൻ, പോകാൻ, പ്രവേശിക്കാൻ അവസരം ലഭിക്കപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ തൗഫീഖാണ്. ദുനിയാവിൽ ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ അടുത്ത് കയറാനുള്ള അവസരം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ സംഭവമാണ്, അല്ലെ? ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ് കിട്ടുക. എന്നിട്ട് കിട്ടിയിട്ട് അവസാനം അവിടെ പോയിട്ട് വാതിൽക്കൽ നിന്നിട്ട് വേറെ ഏതെങ്കിലും വിഷയത്തിൽ മുഴുകിപ്പോയാലോ? അയാളുടെ അവസ്ഥ എന്ന് പറയണത്, അല്ലെങ്കിൽ രാജാവിന്റെ നേരെ മുമ്പിൽ നിന്നിട്ട് എന്താ പറയാ, വേറുള്ള
അവിടെയുള്ള വേറെ വ്യക്തികളിലോ വേറെ സാധനങ്ങളിലോ മുഴുകിയാൽ അത് എത്ര ദേഷ്യം ഉണ്ടാക്കും ആ ഒരു മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം, രാജാവിനെ സംബന്ധിച്ചിടത്തോളം, അല്ലേ? കാരണം രാജാവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ അടുത്തേക്ക് പ്രവേശിക്കാൻ കുറഞ്ഞ ആളുകൾക്ക് അവസരം കൊടുക്കുള്ളൂ, കുറഞ്ഞ സമയമേ കൊടുക്കുള്ളൂ. അങ്ങനെയുള്ള സമയത്ത് എന്താണ്, അതൊക്കെ കിട്ടിയിട്ട് ഒരാൾ എന്ത് ചെയ്യാണ്, വേറുള്ള സംഗതികളിൽ മുഴുകാണ്, അല്ലെങ്കിൽ വേറൊരു വ്യക്തിയിൽ മുഴുകാണ്. അവിടെയുള്ള ഏതെങ്കിലും ചെടികളിലോ അല്ലെങ്കിൽ വേറെ ഒരു സംഗതി കണ്ടിട്ട് അതിൽ മുഴുകി പോവാന്ന് വിചാരിക്കാം. അതുപോലെയാണ് എന്ത് ചെയ്യുന്നത്, നിസ്കാരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറയാ, അക്രമന നമുക്ക് അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, വലിയ ആദരവ് നൽകി നമുക്ക് എന്താ നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകി, അതിനുള്ള അറിവും ഒക്കെ നൽകി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നിസ്കാരത്തിന് പോയി കൈയെട്ടിയിട്ട് എന്ത് ചെയ്യാണ്, വേറുള്ള കാര്യത്തിൽ മുഴുകാണെങ്കിൽ അത് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം വലിയ എന്തുണ്ടാകും, കോപമുണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോ അള്ളാഹു ഇവിടെ ഖുദ്സിയായ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, ഇബ്ന ആദം, മനുഷ്യ, ഖലഖ്തുക ലിനഫ്സി, ഞാൻ എനിക്ക് വേണ്ടിയാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചത്. അഥവാ ഖലഖ്തുക ലിഇബാദതി, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് നിന്നെ സൃഷ്ടിച്ചത്. വഖലഖ്തു കുല്ല ശൈഇൻ ലക, എല്ലാത്തിനെയും നിനക്ക് വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്ത് സൃഷ്ടിച്ചത്. നമ്മയാണെങ്കിൽ എന്തിനാ സൃഷ്ടിച്ചത്? ശരിക്കും ഈ ആകാശ ഭൂമികൾ ഇവിടെയുള്ള എല്ലാ ജീവികളും നമുക്ക് വേണ്ടിയാണല്ലോ സൃഷ്ടിച്ചത്. നമ്മെ എന്തിനാണ് സൃഷ്ടിച്ചത്? അതാണ് ഏറ്റവും വലിയ വിഷയം. അതെന്തിനാണ്? അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാനാണ്. ഫബിഹഖി അലൈക ലാ തശ്തഗൽ ബിമാ ഖലഖ്തുക ലക അമ്മാ ഖലഖ്തുക ലഹു. അപ്പോ നീ ഒരിക്കലും അള്ളാഹ് നിനക്ക് പടച്ചു തന്നതിൽ മുഴുകിയിട്ട് അള്ളാഹ് നിന്നെ എന്തിനാണോ പടച്ചത് അതിൽ നിന്ന് മുഴുകി പോകരുത് എന്നുള്ളതാണ് ഖുദ്സിയായ ഹദീസിൽ. മറ്റൊരു ആയത്തിൽ വന്നത് ഖലഖ്തുക ലിനഫ്സി ഫലാ തൽഅബ്, അതുകൊണ്ട് നീ എന്ത് ചെയ്യരുത്, കളിയിൽ ഏർപ്പെടരുത്. വ തകഫൽതു ബിറിസ്ഖിക ഫലാ തതഅബ്, നിന്റെ റിസ്ക് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, അള്ളാഹ് ഏറ്റെടുത്തിട്ടുണ്ട് എല്ലാത്തിന്റെയും, അല്ലേ? റിസ്ക് അള്ളാഹ് ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് നീ ക്ഷീണിക്കേണ്ടതില്ല. അതിന്റെ അസ്ബാബുകൾ സ്വീകരിച്ചാൽ മാത്രം മതി. അത് എന്ത് തലയിൽ ചുമക്കേണ്ട ആവശ്യമില്ല. ഇബ്ന ആദം അത്ലുബ്നി തജിദ്നി വഇൻ വജദ്തനി വജദ്ത കുല്ല ശൈ, മനുഷ്യ നീ എന്നെ തേടുക എങ്കിൽ നീ നിനക്ക് എന്നെ കണ്ടെത്താൻ സാധിക്കും. എന്നെ കണ്ടെത്തിയാൽ നിനക്ക് എല്ലാം ലഭിക്കും, എല്ലാത്തിനെയും നിനക്ക് കണ്ടെത്താൻ സാധിക്കും. വഇൻ ഫുത്തുക ഫാതക കുല്ലു ശൈ, ഞാൻ നിനക്ക് നഷ്ടപ്പെട്ടാൽ നിനക്കെല്ലാം നഷ്ടപ്പെടും. വഅന ഖൈറുൽ ലക മിൻ കുല്ലി ശൈ, എല്ലാത്തിനേക്കാളും ഞാനാണ് നിനക്ക് ഉത്തമനായിട്ടുള്ളത് എന്നുള്ളത് അസറിൽ വന്നതായിട്ട് ഇവിടെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോ ഇനി ആ രാജാക്കന്മാരുടെ രാജാവായിട്ടുള്ള, അല്ലെ, എല്ലാത്തിന്റെയും രാജാവായിട്ടുള്ള മാലിക്കുൽ മുൽക്ക്, അതുപോലെ തന്നെ റബ്ബുൽ അർശിൽ അദീം, അവന്റെ അടുത്തേക്കുള്ള ഒരു എന്താണ് വർത്തകനായിട്ട് അവിടത്തേക്ക് പ്രവേശിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്, അല്ലെ? അതിന് മുമ്പായിട്ട് നമ്മൾ ശുദ്ധീകരിക്കേണ്ടത് എന്താണ്? നമ്മളെ ഹൃദയത്തെ നമ്മൾ ശുദ്ധീകരിക്കൽ നിർബന്ധമാണ് എന്നുള്ളതാണ്. അപ്പോ ഇവിടെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഫബിൽ വുദൂഇ യതതഹറു മിനൽ ഔസാഖി വയഖ്ദും അലാ റബ്ബിഹി മുതതഹ്ഹിറാൻ, വുദൂ ചെയ്തുകൊണ്ട് ശരീരം അതിന്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധിയാക്കാൻ പറ്റും. എന്നിട്ട് അള്ളാഹുവിലേക്ക് ശരീരം ശുദ്ധമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രവേശിക്കാം, എന്താ പറയാ, മുന്നിടാൻ സാധിക്കും. വൽ വുദൂഉ ലഹു ളാഹിറുൻ വബാത്തിൻ, വുദൂ പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടുള്ള വുദൂ ഉണ്ട്. അപ്പോ പ്രത്യക്ഷമായിട്ട് വുദൂ എന്താണ്? ശരീരത്തെ എന്താ പറയാ ശുദ്ധിയാണ്. എന്നാൽ ബാത്തിനുഹു വസിറുഹു തഹാറത്തുൽ ഖൽബി മിൻ ഔസാഖിഹി വഅദ്റാനിഹി ബിത്തൗബ, എന്നാൽ ഹൃദയത്തിന്റെ വുദൂ എന്താണ്? അത് നിർബന്ധമാണ്. അത് ഹൃദയം അതിന്റെ മാലിന്യത്തിൽ നിന്ന് അതിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. എല്ലാവിധ അഴുക്കുകളിൽ നിന്നും ഹൃദയത്തെ ശുദ്ധീകരിക്കുക. അതെങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത്? തൗബ കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇതൊരു സംഗതി, ഇതൊക്കെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബയെയും തഹാറത്തിനെയും ഒരുമിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന
വയുഹിബ്ബുൽ മുത്തത്തഹിരീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോ അല്ലാഹു തവ്വാബീങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്, ആദ്യം അതാണ് വേണ്ടിയത്. എന്നിട്ടാണ് വയുഹിബ്ബുൽ മുത്തത്തഹിരീൻ, ശുദ്ധി ഉള്ള ആളുകളെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ശർആക്കിയിട്ടുണ്ട്, നമ്മൾ വുദു എടുത്തു കഴിഞ്ഞാൽ എന്ത് പറയണം? അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുത്തത്തഹിരീൻ. ഈ രണ്ട് കാര്യം ആ ദുആയിൽ വന്നു. തവ്വാബീങ്ങൾ അല്ലാഹുവേ എന്നെ നീ ഉൾപ്പെടുത്തണമേ, അതുപോലെ തന്നെ ശുദ്ധിയുള്ള ആളുകളും ഉൾപ്പെടുത്തണമേ എന്ന്. അപ്പൊ ഇത് രണ്ടും വേണം. ആദ്യം തൗബ വേണം, ഹൃദയത്തിന്റെ ശുദ്ധി ആദ്യം വേണം, പിന്നെ എന്താണ്? ശരീരത്തിന്റെ ശുദ്ധിയാണ്. എങ്കിലാണ് എല്ലാവിധ ശുദ്ധിയും പരിപൂർണമാവുള്ളൂ. അത് പ്രത്യക്ഷമായിട്ടുള്ള ശുദ്ധിയും അതുപോലെ ഉള്ളിലുള്ള ആ ശുദ്ധിയും അല്ലെ. അതില് വുദു എടുത്തതിന് ശേഷമുള്ള ദുആയിൽ ആദ്യം പറയുന്നത് എന്താണ്? അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുത്തത്തഹിരീൻ എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ പറയുന്നത് എന്താണ്? അതിലാണ് ഏറ്റവും വലിയ ശുദ്ധിയുള്ളത്. അഷ്ഹദു അല്ലാ ഇലാഹ തശഹുദാണുള്ളത് അല്ലേ. അപ്പൊ അവിടെ ഫഇന്ന ബിശഹാദതി തതഹറു മിന ശിർക്ക്, ഷഹാദത്ത് കൊണ്ട് ശിർക്കിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ശുദ്ധിയാകാൻ പറ്റും. വബിത്തൗബതി യതതഹറു മിനൽ ദുനൂബ്, തൗബ കൊണ്ട് തിന്മകളിൽ നിന്ന് ശുദ്ധിയാകാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, വബിൽമാഇ യതതഹറു മിനൽ ഔസാഖ് ളാഹിറ, വെള്ളം കൊണ്ട് നമുക്ക് ശരീരത്തിലുള്ള ഔസാഹുകളിൽ നിന്ന്, അതിന്റെ എന്താണ് കലർപ്പുകളിൽ നിന്ന്, അതുപോലെ മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധിയാവാൻ സാധിക്കും. فشرع أكمل مراتب الطهارة قبل الدخول على الله والوقوف بين يديه. അള്ളാന്റെ മുമ്പിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട്, അള്ളാന്റെ മുമ്പിൽ നിൽക്കുന്നതിന് മുമ്പായിട്ട് ഏറ്റവും വലിയ ശുദ്ധി എന്തായിട്ടുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കിയിട്ട് നിയമമാക്കിയിട്ടുണ്ട്. അപ്പോ നമ്മുടെ ഈ ഒരു ശുദ്ധി എത്ര പരിപൂർണമാകുന്നോ അത്ര അളവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്ത് ചെയ്യും? സ്വീകാര്യത നൽകുമെന്നുള്ളതാണ്. അല്ലാഹു സാമീപ്യം നൽകും എന്നുള്ളതാണ്. അപ്പോ എന്നിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലക്ക് മുന്നിട്ടാണ് നിൽക്കേണ്ടത് അല്ലേ. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിസ്കാരത്തിന് മുമ്പുള്ള അവസ്ഥ എന്താ? നമ്മളത് നിസ്കാരത്തിന് മുമ്പുള്ള നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് കൽ അബ്ദിൽ ആബിഖ്, യജമാനിൽ നിന്ന് ഓടിപ്പോയിട്ടുള്ള അടിമയുടെ അവസ്ഥയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലേ. കാരണം നമ്മള് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത്, നമുക്കെല്ലാം നമുക്ക് ഒരുക്കി തന്നത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹുക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ മറ്റ് കാര്യങ്ങളെയാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്. ശരിക്ക് നമ്മള് സമ്പത്തിനെ, അതുപോലെ തന്നെ നമ്മൾ സ്നേഹിക്കുന്നത് മറ്റ് പല കാര്യങ്ങളെയാണ്. നമ്മുടെ എന്താണ് സ്ഥാനമാനങ്ങൾ, അതുപോലെ തന്നെ എന്താ പറയാ, പിന്നെ ആളുകളുടെ എന്താ പറയാ, ആളുകൾ നമ്മൾക്ക് നൽകുന്ന സ്ഥാനത്തെ, ഇതൊക്കെയാണ് നമ്മൾ ആദരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളെ, അല്ലെങ്കിൽ കുട്ടികളെയും, ഭാര്യയും കുട്ടികളെയും ഒക്കെയാണ് നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്നത്, അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മുടെ വാഹനങ്ങൾ, അങ്ങനത്തെ പല പല കാര്യങ്ങളും അല്ലേ. അപ്പോ നമ്മൾ അതിൽ നിന്ന് ആ ഇബാദത്തിലേക്കാണ് പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ദീനാറിന്റെ അടിമ നശിക്കട്ടെ, അവൻ നശിച്ച് തോലയട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ദീർഘമായിട്ടുള്ള ഹദീസാണ്, അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വസ്ത്രങ്ങൾ ആരാധിക്കുന്ന, അതുപോലെ തന്നെ പല പല കാര്യങ്ങളെയും എന്താ പറയാ ആരാധിക്കുന്നവരുണ്ട് അല്ലേ. അപ്പോ ഒരു കാര്യത്തെ നമ്മൾ അതിന്റെ അളവിനപ്പുറത്തേക്ക് അതിനെ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ എന്തായി തീർന്നു? ആരാധിക്കുന്ന ആളുകളായി തീർന്നു എന്നുള്ളതാണ്, അള്ളാഹു അല്ലാത്ത മറ്റേതൊരു സംഗതിയെയും. അപ്പോ നമ്മൾ ഏതൊരു കാര്യത്തെയും ഇഷ്ടപ്പെടേണ്ടത്, പിന്നെ അതിനേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തിനു വേണ്ടി മാത്രം? അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണ് അല്ലേ. ഇതൊക്കെ നമ്മൾ ഈ ദുനിയാവിൽ കുറഞ്ഞ സമയത്തേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് അല്ലേ. പിന്നീട് ആഖിറത്തിൽ ബർസഖിയ ലോകം എന്ന് പറയുന്നത് ഖിയാമത്ത് നാൾ വരെ എന്താണ്, എത്ര കാലയളവ് ഉണ്ടാവുക? അവിടെ നമ്മൾ ഒറ്റക്കാണ്. അതുപോലെ തന്നെ മഹ്ശറില് അവിടുത്തെ എന്താ പറയാ ഒരു ദിവസം എന്ന് പറയുന്നത് എന്താ പറയാ, അതെ അതെ,
വലിയ വർഷം 50,000 വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ കാൽഫിസന മിമ്മ തഅദ്ദൂൻ, നിങ്ങൾ എണ്ണുന്ന 1000 വർഷത്തിന് തുല്യമായിട്ടുള്ളതാണ് ഒരു വർഷം എന്നുള്ളത്. അങ്ങനെ നീണ്ടു കിടക്കുന്ന ലോകമാണ് അവിടെ. പിന്നെ എന്താ പറയാ, അപ്പുറത്തുള്ള സ്വർഗ നരകം എന്ന് പറയുന്നത്. അപ്പോ ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, ഒരു പരിധിക്കപ്പുറം ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലാഹു സുബ്ഹാനഹു തആലക്ക് വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യേണ്ടത്. അതൊക്കെ ഇബാദത്തായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ നിസ്കാരത്തിന് മുമ്പുള്ള അവസ്ഥ എന്ന് പറയുന്നത് നമ്മളുടെ കൽ ആബ്ദിൽ ആബിഖ്, അള്ളാഹുവിൽ നിന്ന് യജമാനിൽ നിന്ന് ഓടിപ്പോയിട്ടുള്ള അടിമ. ഓടിപ്പോയ അടിമ എന്ന് പറയുന്നത് എന്താണ്, വളരെ ശിക്ഷക്ക് കാരണമാകുന്ന ആളാണ്. അപ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ, ആ ഓടിപ്പോയ അടിമ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ എങ്ങനെയാണ് നിൽക്കേണ്ടത് അല്ലേ? അത് അങ്ങേയറ്റം തകർന്ന് തരിപ്പണമായ വിനയാന്യതനായിട്ടാണ് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടത്. അങ്ങേയറ്റത്തെ ഹൃദയത്തിന്റെ എന്താ പറയാ താഴ്മ, ആ ഒരു പൊട്ടിത്തകർന്ന ഹൃദയവുമായിട്ടാണ് അള്ളാഹുവിന്റെ മുമ്പിൽ എത്തേണ്ടത്. എന്നിട്ട് ആ യജമാനന്റെ കാരുണ്യത്തെ എന്താണ് താഴ്ന്ന് കേണ് അപേക്ഷിക്കാണ് വേണ്ടത്. അള്ളാഹുവിന്റെ എന്താ പറയാ ആ ഒരു റഹ്മത്തിനെ, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ അള്ളാഹുവിന്റെ ഒരു എന്താ പറയാ നോട്ടത്തെ അപേക്ഷിക്കാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ എന്താ പറയാ, നമ്മളുടെ പ്രവൃത്തിക്ക് അനുയോജ്യമായിട്ടുള്ളത് എന്താണ്, അത് ശിക്ഷയാണ്, അല്ലെങ്കിൽ ഇറാദാണ് അല്ലെ, അള്ളാഹു പിന്തിരിയാണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അള്ളാഹുവിലേക്ക് അത്രയും വിനയാന്യതനായിട്ട് ഹൃദയം പൊട്ടിത്തകർന്നുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടത്. അപ്പോ നമ്മുടെ മുഖം കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നിൽക്കേണ്ടത് അല്ലെ, അള്ളാഹുവിന്റെ ഭവനമായിട്ടുള്ള കഅബയിലേക്ക് തിരിഞ്ഞിട്ടാണ് നിൽക്കേണ്ടത്. എന്നാൽ നമ്മുടെ ഹൃദയം എങ്ങോട്ടാണ് തിരിയേണ്ടത്? ഹൃദയത്തിനൊരു ഖിബ്ലയുണ്ട്. അതാരാണ്? അതാണ് അള്ളാഹുവിലേക്കാണ് നമ്മൾ ഹൃദയം എന്ത് ചെയ്യേണ്ടത്, തിരിയേണ്ടത്. വയസ്തഖ്ബിലുല്ലാഹ ബിഖൽബിഹി, ഹൃദയം കൊണ്ട് അള്ളാഹുവിലേക്ക് തിരിയണം. ലിയൻസലിഖ മിമ്മാ കാന ഫീഹി മിന തവല്ലി വൽ ഇഅറാബ്. കാരണം നിസ്കാരത്തിന് വരുന്നതിന് മുമ്പുള്ള അവസ്ഥ എന്താണ്? നമ്മൾ അള്ളാഹുവിൽ നിന്ന് ഓടിപ്പോയവരാണ്, അള്ളാഹുവിൽ നിന്ന് പിന്തിരിഞ്ഞ് നടന്ന ആളുകളാണ്, മറ്റു പലതിലേനും പ്രാധാന്യം കൊടുത്ത് മുഖ്യ വിഷയമായിട്ട് കൊടുത്ത ആളുകളാണ്. അപ്പൊ നമ്മൾ ഹൃദയം കൊണ്ട് അള്ളാഹുവിലേക്ക് തിരിയണം. എന്നിട്ട് സുമ്മ ഖാമ ബൈന യദൈഹി മഖാമ ദലീൽ അൽ ഖാദിഅ അൽ മിസ്കീൻ അൽ മുസ്തഅതിഫ് ലിസയ്യിദിഹി. അപ്പൊ എന്നിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ അങ്ങേയറ്റ വിനയാന്യതനായിട്ട്, അങ്ങേയറ്റത്തെ എന്താണ് താഴ്ന്നുകൊണ്ട് എന്താ പറയാ അള്ളാഹുവിന്റെ യജമാനന്റെ എന്താ പറയാ ആ അനുകമ്പ തേടിക്കൊണ്ട് നിൽക്കുന്നവനെ പോലെ നിൽക്കണം എന്നുള്ളതാണ്. ഏതുപോലെയാണ് ഇവിടെ ഒരു അടിമ യജമാനിൽ നിന്ന് ഓടിപ്പോയി, എന്നിട്ട് പോയിട്ട് പുറത്തു പോയിട്ട് ഒന്നും കിട്ടുന്നില്ല, ഭക്ഷണം ഇല്ല, പിന്നെ കിടക്കാൻ സ്ഥലമില്ല, അങ്ങനെ എന്തായി പോയിട്ടുണ്ട്, കഷ്ടപ്പെട്ടു പോയിട്ട് പിന്നെ എന്താ പറയാ ഇനിയിപ്പോ ഓപ്ഷനിൽ എന്താ പറയാ നേരെ തിരിച്ച് യജമാനന്റെ അടുത്ത് തന്നെ വന്നിട്ടാല് വളരെ എന്താ സുഖത്തിലായിരുന്നു, വളരെ സൗഭാഗ്യത്തിലായിരുന്നു എന്നുള്ള അവസ്ഥയിലാണ്. അങ്ങനെ ചെയ്യുന്ന വീണ്ടും യജമാനൻ തിരിച്ചെടുക്കണമെങ്കിൽ എന്ത് വേണം? അത്രയും താഴ്ന്ന് അപേക്ഷിക്കണം അല്ലേ? അപ്പോ വഅൽഖാ ബൈന യദൈഹി മുസ്ലിമൻ മുസ്തസ്ലിമൻ, അള്ളാഹുവിലേക്ക് എന്താണ് മുസ്ലിമായിക്കൊണ്ട് ശരീരത്തെയും തന്റെ നഫ്സിനെയും സമർപ്പിച്ചുകൊണ്ട് നാകിസ റഅസ്, തല താഴ്ത്തിക്കൊണ്ട് നിൽക്കുക. ഖാശിഅൽ ഖൽബി മുത്രിഖ അത്തർഫ്, അതുപോലെ തന്നെ ഹൃദയം അങ്ങേയറ്റത്തെ ഖുശൂഇലാക്കിക്കൊണ്ട്, അതുപോലെ തന്നെ ദൃഷ്ടി താഴ്ത്തിക്കൊണ്ട്. ലാ യൽതഫിതു ഖൽബുഹു അൻഹു, ഹൃദയം അള്ളാഹുവിൽ നിന്ന് ഒരു നിമിഷം പോലും അള്ളാഹുവിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല, തിരിയാൻ പാടില്ല. ആ ഒരു എന്താ പറയാ നമ്മുടെ ഏറ്റവും വലിയ ഖിബ്ല എന്ന് പറയുന്നത് മനസ്സിന്റെ ഖിബ്ലയാണ്. വലാ തറഫു യംനതൻ വലാ യസ്റ, ആ നോട്ടം അള്ളാഹുവിൽ നിന്ന് എന്താ ഹൃദയത്തിന്റെ ആ നോട്ടം വലത്തോട്ടോ ഇടത്തോട്ടോ ആയി പോകാൻ പാടില്ല. അള്ളാഹുവിലേക്ക് വഅഖ്ബല ബികുല്ലിയതിഹി അലൈഹി, പരിപൂർണ്ണ നമ്മളെല്ലാം ശരീരവും മനസ്സും എല്ലാം അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യുക, തിരിക്കുക എന്നുള്ളതാണ്. ടൈം ആയാ? അപ്പോ ഇൻഷാ അല്ലാഹ് ബാക്കി കുറച്ചു നേരം ഇൻഷാ അല്ലാഹ് ഇശാക്ക് ശേഷം എന്നിട്ട് നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാം ഇൻഷാ അല്ലാഹ്.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ നിസ്കാരത്തിന് മുമ്പുള്ള തഹാറത്തിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുമ്പിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ശരീരം ശുദ്ധിയാകേണ്ടതുപോലെ തന്നെ ഹൃദയം ശുദ്ധിയാകണം. അത് ശിർക്കുകളിൽ നിന്ന് അതുപോലെ തിന്മകളിൽ നിന്ന് ശുദ്ധിയാകണം എന്ന് പറഞ്ഞു. അതുപോലെ ഖിബ്ലക്ക് മുന്നിട്ട് നിൽക്കുക, അത് ശരീരം തന്റെ മുഖത്തെ ഖിബ്ലക്ക് മുമ്പോട്ട് നിർത്തുക. ഹൃദയം അള്ളാഹുലേക്ക് മുന്നിട്ടുകയാണ് ചെയ്യേണ്ടത്. അത് എങ്ങനെയാണ് നിൽക്കേണ്ടത്? വളരെയധികം വിനയാന്വിതനായിക്കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ തല താഴ്ത്തി ദൃഷ്ടി താഴ്ത്തി, അതുപോലെ തന്നെ ഹൃദയം വളരെയധികം ഹൃദയത്തിന്റെ ആ ഖുശൂഅോടുകൂടിയാണ് നിൽക്കേണ്ടത് എന്ന് പറഞ്ഞതിനു ശേഷം അടുത്ത കാര്യം എന്താണ്? തക്ബീറത്തുൽ ഇഹ്റാമാണ് അല്ലെ. തക്ബീറിനെ സംബന്ധിച്ച് എന്നിട്ട് പറയാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, ثم كبره بالتعظيم والإجلال. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് അവനെ മഹത്വപ്പെടുത്തുകയും അതുപോലെ തന്നെ വാഴ്ത്തിക്കൊണ്ട് എന്ത് ചെയ്യണം? തക്ബീർ ചെയ്യണം. നമ്മൾ നാവ് കൊണ്ട് പറയുമ്പോൾ അതുപോലെ തന്നെ കൈ ഉയർത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? തക്ബീർ പറയുന്നത് അല്ലെ. അതോടൊപ്പം എന്ത് ചെയ്യണം? ഹൃദയവും എന്ത് ചെയ്യണം? തക്ബീർ ചെയ്യണം. അതെങ്ങനെയാണ്? അല്ലാഹു അക്ബറു ഫി ഖൽബിഹി മിൻ കുല്ലി ഷൈ. ഹൃദയത്തില് അല്ലാഹു ആയിരിക്കണം മറ്റെല്ലാത്തിനേക്കാളും വലുതായിരിക്കേണ്ടത്. എങ്കിലാണ് എന്ത് ചെയ്യുന്നത്? ഹൃദയത്തിൽ ആ തക്ബീറത്തുൽ ഇഹ്റാം ഉണ്ടാകുന്നത്. وصدق هذا التكبير بأنه لم يكن في قلبه شيء أكبر من الله يشغله عنه. അതിനെ നമ്മുടെ ജീവിതം സത്യപ്പെടുത്തണം. അള്ളാഹുവേക്കാൾ വലുതായിട്ട് നമ്മുടെ ഹൃദയത്തിൽ മറ്റൊന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മെ അള്ളാഹുവിൽ നിന്ന് അശ്രദ്ധമാക്കുന്ന ഒരു സംഗതിയും ഉണ്ടാകാൻ പാടില്ല. അപ്പോ അങ്ങനെ ഇല്ല എങ്കിൽ വെറും നാവ് കൊണ്ടുള്ള തക്ബീർ മാത്രമേ ആവുകയുള്ളൂ അല്ലേ. അപ്പോ ശരിയായ തക്ബീർ എന്ന് പറയുന്നത് യുഖ്രിജുഹു മിൻ ലിബ്സി റിദാഇ തകബ്ബുർ അൽ മുനാഫി ലിൽ ഉബൂദിയ്യ. ശരിയായ തക്ബീർ ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ഒക്കെയുള്ള ആ തക്ബീർ പറയുമ്പോൾ അത് എന്ത് ചെയ്യും? ആ ഒരു കിബിർ ധരിക്കുന്നതിൽ നിന്ന് അത് ആ ഒരു തക്ബീർ എന്ത് ചെയ്യും? നമ്മെ ഒഴിവാക്കുമെന്നാണ്. ആ തകബ്ബുർ എന്ന് പറയുന്നത് അത് ഉബൂദിയത്തിനെതിരായിട്ടുള്ളതാണ്. അള്ളാഹുവിന് മാത്രമായിട്ടുള്ള കാര്യമാണെന്ത്? കിബിർ അല്ലേ. അള്ളാഹുവിന് മാത്രമാണ് കിബിർ പാടുള്ളൂ. അതുപോലെ തന്നെ ഖുയല. അപ്പോ അല്ലാഹു അക്ബർ എന്ന് പറയുന്നതോടുകൂടി എന്ത് ചെയ്യും? നാം എന്ത് ചെയ്യണം? ചെറുതാകണം അല്ലേ. നമ്മൾ നിസ്സാരമാകണം. നമ്മൾ എന്ത് ചെയ്യണം? വിനയാന്വിതരാകണം എന്നുള്ളതാണ്. ويمنعه من التفات قلبه إلى غير الله. അല്ലാഹുവിലേക്ക് അല്ലാതെ ഹൃദയം തിരിയുന്നതിൽ നിന്ന് ആ തക്ബീർ തടയണം. അപ്പോ യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനേക്കാൾ വലുതായിട്ട് നമ്മുടെ സമ്പത്തോ നമ്മുടെ മറ്റേ ദുനിയാവോ മറ്റേത് കാര്യമാകട്ടെ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന തക്ബീർ എന്താണ്? തെറ്റാണ് അല്ലേ. നമ്മൾ പറയുന്നത് ശരിയായിട്ടുള്ള തക്ബീർ അല്ല. പിന്നീട് നേരെ ദുആഉൽ ഇസ്തിഫ്താഹാണ്, ആ പ്രാരംഭ പ്രാർത്ഥന അല്ലേ. ഫാത്തിഹയുടെ മുമ്പായിട്ടൊരു ദുആ ഉണ്ട് അല്ലേ. അത് ഒരുപാട് ദുആ വന്നിട്ടുണ്ട്. അത് എന്താണ്? ഇപ്പൊ ഉദാഹരണമായിട്ട് ഫൈദ, അപ്പൊ അതിൽ വജ്ജഹ്തു വജ്ഹിയ ലില്ലദി അതുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല രൂപങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ അള്ളാഹുവിന് മുമ്പിലുള്ള ആ വിനയത്തെ അറിയിക്കുന്നുണ്ട് അല്ലേ. അതില്
ഒരു ദുആ ആണെന്ത്, ദുആയിൽ വന്നിട്ടുള്ളതാണ് സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക്. അതിൽ അള്ളാഹുവിന് എന്ത് ചെയ്യാണ്? തസ്ബീഹ് ചെയ്യാണ്. അള്ളാഹുവിന് എല്ലാവിധ ന്യൂനതകളിൽ നിന്നും ഉന്നതനാക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാവിധ പൂർണ്ണത കൊണ്ട് അള്ളാഹുവെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഹൃദയത്തിലുള്ള ആ ഒരു ഗഫ്ലത്ത് നീങ്ങുമെന്നാണ് പറയുന്നത്. ഫഖദ് ഖറജ അനിൽ ഗഫ്ലത്തി അല്ലതി ഹിയ ഹിജാബുൻ അയ്ദൻ ബൈനഹു വബൈന അല്ലാഹ്. അള്ളാഹുവിൽ നിന്നും അള്ളാഹുവിനും നമുക്കുമിടയിലുള്ള വലിയൊരു ഹിജാബാണ് ഗഫ്ലത്ത് എന്ന് പറയുന്നത്. ആ ഗഫ്ലത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കും. ആ ഒരു മറയെ നീക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ്. അപ്പൊ എന്നിട്ട് അപ്പൊ രാജാവിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ അതിനു മുമ്പായിട്ട് എന്ത് ചെയ്യണം? ആ രാജാവിനെ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? അഭിവാദ്യം ചെയ്യണം അല്ലേ? അതുപോലെ തന്നെ പുകഴ്ത്തണം. അപ്പോ നമ്മൾ ആദ്യത്തെ ദുആ എന്ന് പറയുന്നത് അതിൽ ഇതെല്ലാം ഉണ്ട്. അഭിവാദ്യമുണ്ട്, അതുപോലെ തന്നെ പുകഴ്ത്തലുണ്ട്. അത് ആ പ്രവേശിക്കുന്നതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ അള്ളാഹുവിന് മുമ്പിൽ നമ്മുടെ ആവശ്യങ്ങൾ വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. അത് മിൻ അദബിൽ ഉബൂദിയത്തി, ഉബൂദിയത്തിന്റെ അദബിൽപ്പെട്ടതാണ്. മയസ്തജ്ലിബു ബിഹി ഇഖ്ബാലഹു അലൈഹി വറദാഹു അൻഹു വഇസ്ആഫഹു ബിഹവായിജി. അള്ളാഹുവിന്റെ നോട്ടം നമ്മളിലേക്ക് ആക്കാനുള്ള എന്താണ് തേട്ടമാണ് അതിലുള്ളത്. അള്ളാഹുവിന്റെ തൃപ്തി നമ്മളിലേക്ക് തിരിയാൻ വേണ്ടിയിട്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ അള്ളാഹു നമ്മുടെ ആവശ്യങ്ങൾ എത്രയും പെട്ടെന്ന് നിറവേറ്റി തരുന്നതാണ്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇസ്തിആദത്താണ് അല്ലേ? ശൈത്താനിൽ നിന്നുള്ള ഇസ്തിആദത്ത് നമ്മൾ ചെയ്യണം. അപ്പൊ ഫൈദ ശറഅ ഫിൽ ഖിറാഅത്തി ഖദ്ദമ അമാമഹ അൽ ഇസ്തിആദ ബില്ലാഹി മിനശ് ശൈത്താൻ. കാരണം ശൈത്താൻ നമ്മെ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും വലിയ അഷ്റഫ് മഖാമിലാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും എന്താണ് വലിയ ഒരു സ്ഥലത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കാനുള്ള ഒരു തൗഫീഖ് നമുക്ക് അള്ളാഹു നൽകിയില്ലേ? ആ ഒരു സ്ഥലത്ത് നമ്മെ പഴപ്പിക്കാനാണ് എന്ത് ചെയ്യുക? ശൈത്താൻ ശ്രമിക്കുക. അവൻ നമ്മളെ എന്താണ് അശ്രദ്ധരാക്കാൻ വേണ്ടി ശ്രമിക്കും. അതുപോലെ തന്നെ നമ്മൾ അതിൽ നിന്ന് നമ്മൾ അദബുകേട് ഉണ്ടാക്കാനൊക്കെ എന്ത് ചെയ്യും? ശൈത്താൻ ശ്രമിക്കും. അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ശൈത്താനിൽ നിന്നുള്ള ഇസ്തിആദത്ത്, ശൈത്താനിൽ നിന്ന് അഭയം ചോദിക്കണം അള്ളാഹുവിലേക്ക് അല്ലേ? അള്ളാഹുവോട് അഭയം ചോദിക്കാണ് വേണ്ടത്. അപ്പോ എങ്കിലാണ് കൃത്യമായിട്ട് നമ്മൾ ഹൃദയം കൊണ്ട് നമുക്ക് നമസ്കരിക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ നമ്മൾ പറയുന്ന കാര്യം നമുക്ക് തദ്ബീർ ചെയ്തുകൊണ്ട്, തദബ്ബുർ ചെയ്തുകൊണ്ട്, അതിനെ ആലോചിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കത് അള്ളാഹുവോട് മുനാജാത്ത് നടത്താൻ സാധിക്കുകയുള്ളൂ, സംഭാഷണം നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഉദാഹരണമായിട്ട് നമ്മളൊരു പ്രധാനപ്പെട്ട ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയാ, ഇങ്ങനെ അശ്രദ്ധമാക്കുന്ന ഒരാള് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരു കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ സംസാരത്തിൽ എന്തുണ്ടാവില്ല? ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. അതുപോലെ അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യണം, നമ്മൾ ഏറ്റവും വലിയ ഇതിൽ നിന്ന് അശ്രദ്ധമാക്കുന്ന ആളാണ് എന്ത്? ശൈത്താൻ. അപ്പൊ എന്ത് ചെയ്യണം? അള്ളാഹുവിൽ ഇസ്തിആദത്ത് ചെയ്യണം. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കലാം, ആ കലാം മനസ്സിലാകുന്നതിലാണ് നമ്മുടെ ഈ ദുനിയാവിലും ആഖിറത്തിലുമുള്ള എല്ലാവിധ എന്തുമുള്ളത്? സൗഭാഗ്യവും ഉള്ളത്, എല്ലാവിധ ആനന്ദവും അതിലാണുള്ളത്. നമ്മൾ സ്വർഗം എന്ന് പറയുന്നത് എല്ലാവരും മുസ്ലിമീങ്ങളെ കളിയാക്കുന്ന എന്താണ്? ഇവര് എല്ലാം ചെയ്യുന്നത് ഹൗറുൽ-ലീന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ? നമ്മെ സംബന്ധിച്ചിടത്തോളം ഹൗറുൽ-ലീന് വലിയ വിഷയമല്ല. കാരണം എന്താണ്? ഹൗറുൽ-ലീൻ അള്ളാന്റെ സൃഷ്ടിയാണ്. എന്നാൽ ഇവിടെ ദുനിയാവിൽ തന്നെ ഉള്ളതാണെന്ത്? അള്ളാഹുവിന്റെ കലാമായിട്ടുള്ള ഖുർആൻ എന്ന് പറയുന്നത് അല്ലേ? അള്ളാഹിന്റെ ഖുർആൻ എന്തല്ല? സൃഷ്ടിയല്ല. അതെന്താണ്? അള്ളാഹുവിന്റെ സിഫത്തായിട്ടുള്ള കാര്യമാണ്, അള്ളാഹുവിന്റെ തന്നെ വിശേഷണമായിട്ടുള്ള കാര്യമാണ്. ദുനിയാവിൽ നമുക്ക് സൃഷ്ടിയല്ലാത്ത ഒറ്റൊന്നേ ഉള്ളൂ, അത് അള്ളാഹിന്റെ കലാമാണ് അല്ലേ? ആ കലാമ് വഹിച്ചിട്ടുള്ള എല്ലാവരും എന്തായിട്ടുണ്ട്? ഏറ്റവും ഉന്നതരായിട്ടുണ്ട്. മലക്കായിട്ടുള്ള, അതിന് മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ടുള്ള ജിബ്രീൽ എന്തായിട്ടുണ്ട്? ഏറ്റവും വലിയ മലക്കായിട്ടുണ്ട് അല്ലേ? മലക്കുകളുടെ നേതാവായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ റസൂലായിട്ടുള്ള
മുഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ തന്നെ സയ്യിദുൽ അംബിയ ആയിട്ടുണ്ട്. അപ്പോ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും വലിയ സംഗതി. സ്വർഗത്തേക്കാളും വലിയ സംഗതി അതാണ് അല്ലെ. ഇനി സ്വർഗത്തിൽ ഏറ്റവും വലിയ സംഗതി എന്താണ്? അവിടെ അള്ളാഹുവെ കണ്ടുമുട്ടുക എന്നുള്ളതാണ് അല്ലെ. അള്ളാഹിനെ നേരിട്ട് കാണുക എന്നുള്ളതാണ് അല്ലെ. ലസ്സത്തുൻ നസ്രി ഇലാ വജ്ഹി, അള്ളാഹുവിനെ നേരിട്ട് കണ്ട് അതിൽ എന്താണ് കൺകുളിർക്കെ കാണുക എന്നുള്ളതാണ്. അതൊക്കെ കഴിഞ്ഞിട്ടുള്ള സംഗതിയാണ് എന്ത് ഈ ഹൗറുൽ ഹീൻ എന്നൊക്കെ പറയും. ഇതല്ല നമ്മെ നയിക്കുന്ന സംഗതികൾ. നമ്മൾ ഓരോ അമൽ ചെയ്യുന്നത് എന്താണ്? ലിവജ്ഹിൽ കരീം, അള്ളാഹിന്റെ വജ്ഹിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അള്ളാഹിന്റെ മുഖം കാണാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. എത്ര ഓരോ പ്രവൃത്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിലെന്താണ്? അള്ളാഹുവിന്റെ മുഖം കാണാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. അപ്പോ യഥാർത്ഥത്തിൽ നമ്മളിവിടെ അള്ളാഹുവിന്റെ ഖുർആനിൽ ശരിക്കും നമ്മൾ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ, അതിൽ ആ തദബ്ബുറും തഫഹുമും നമുക്ക് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ അള്ളാഹുമായിട്ടുള്ള മുനാജാത്ത്, ആ ഒരു കണ്ടുമുട്ടല്, അള്ളാഹുമായിട്ടുള്ള സംഭാഷണം, ആ ഹൃദയത്തിലൂടെ അള്ളാഹുവിനെ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ, ദർശിക്കുകയാണെങ്കിൽ, അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. അതാണ് നമ്മൾ ദുനിയാവിൽ അപ്പം എന്താണ് നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത് എന്താണ്? മൻ ലം യദ്ഖുൽ ജന്നത്തദ് ദുനിയ ലം യദ്ഖുൽ ജന്നത്തൽ ആഖിറ. ദുനിയാവിൽ ഒരാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് ആഖിറത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കൂല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇതാണ് സഹാബത്തിന്റെ അവസ്ഥയൊക്കെ നമ്മൾ വായിക്കുമ്പോഴുള്ള അവസ്ഥ അതാണല്ലേ. അവരെ സ്വർഗം എന്ന് പറയുന്നത് ഈ നിസ്കാരമാണ്, ഇബാദത്തുകളാണ്. എങ്കിൽ മാത്രമാണ് ആഖിറത്തിലുള്ള സ്വർഗം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് ആ ശൈത്താന്റെ ശർറിൽ നിന്ന് നമ്മെ സംരക്ഷിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിൽ അഭയം തരല്ലാതെ വേറെ വഴിയില്ല. എന്നിട്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, നോക്കൂ നിങ്ങൾ, ആരാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്? വലിയ ഇമാമാണ് അല്ലെ. അദ്ദേഹം പറയാണ്, ഖാല ലി ശൈഖുൽ ഇസ്ലാം ഖദ്ദസല്ലാഹു റൂഹഹു യൗമൻ. ഒരു ദിവസം എന്നോട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞു, എനിക്ക് പഠിപ്പിച്ചു തന്നു, ഇദാ ഹാശ അലൈക കൽബുൽ ഗനം ഫലാ തശ്തഗിൽ ബിമുഹാറബതിഹി വമുദാഅഫതിഹി. ഈ ആട്ടിൻകൂട്ടത്തെ ആക്രമിക്കാൻ ഒരു പട്ടി വരിക എന്ന് വിചാരിക്കുക. എങ്കിൽ ആ പട്ടിയെ നേരിടാൻ, അല്ലെങ്കിൽ പട്ടി, അല്ലെങ്കിൽ എന്താ പറയാ, പിന്നെ ചെന്നായി, അതിനെ നേരിടാൻ വേണ്ടി ആട് മെനക്കെടാൻ പാടില്ല അല്ലേ. ആടിന് അതിനുള്ള കഴിവില്ല. അപ്പൊ എന്താ പറയാ, വഅലൈക ബിർറാഇ, നീ എന്താ ചെയ്യേണ്ടത്? ശബ്ദം ഉണ്ടാക്കിയിട്ട് ആരറിയിക്കാൻ വേണ്ടിയത്? ആട്ടിടനെ അറിയിക്കാൻ വേണ്ടിയത് അല്ലേ. നമ്മൾ ഒരാടാണെങ്കിൽ ആ ആട്ടിടയന് ഈ ഒരു പട്ടിയെ അല്ലെ ചെന്നായെ തുരത്താൻ സാധിക്കും. അതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്ത്? നമ്മൾ അള്ളാഹുവിൽ അഭയം തേടാൻ വേണ്ടി നമുക്ക് വേറെ കഴിവില്ല, നമുക്ക് സാധിക്കില്ല. എങ്കിൽ ഇവിടെ ആട്ടിടയനിൽ നമ്മൾ അഭയം തേടുകയാണെങ്കിൽ ആട്ടിടയൻ നമ്മൾ എന്ത് ചെയ്യും? പട്ടിയിൽ നിന്ന് എന്ത് ചെയ്യും? നമ്മൾ സംരക്ഷിക്കുന്നത് പോലെ അള്ളാഹുവിൽ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ, ശൈത്താനിൽ സംരക്ഷണം തേടുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു ശൈത്താനെ നമ്മളിൽ നിന്ന് തടയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വിശുദ്ധ ഖുർആനിന്റെ ആ മആനികളിലേക്ക്, ആശയങ്ങളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഹൃദയത്തെ അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രവേശിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ഖുർആനിന്റെ സ്വർഗത്തിലേക്ക്, വവഖഅ ഫീ റിയാദിഹിൽ മൂനിഖ, അതിന്റെ വളരെ ഭംഗിയുള്ള അതിന്റെ തോപ്പുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രവേശിക്കാൻ സാധിക്കും. വശാഹദ അജായിബഹു അല്ലതി തുബ്ഹിറു അൽ ഉഖൂൽ, നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ അത്ഭുതപ്പെടുത്തുന്ന അത്ഭുതങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദർശിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഖുർആനിന്റെ കുനൂസുകളിൽ നിന്ന്, നിധികളിൽ നിന്ന് നമുക്ക് നിധികളെ പുറത്തെടുക്കാനൊക്കെ സാധിക്കും. എന്നിട്ട് അതിനെക്കുറിച്ച് പറയണം, മാല ഐനു റഅത് വലാ ഉദുനു സമഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. ഇത് ഇതിനെ കുറിച്ച് റസൂൽ ഖുർആനിൽ വന്നിട്ടുള്ളതും റസൂൽ വിശേഷിപ്പിച്ചുള്ളത് ഇതിനെ കുറിച്ചാണ്? സ്വർഗത്തെയാണ്. ഇവിടെ ഇബ്നുൽ ഖയ്യിം അതിനെ വിശേഷിപ്പിക്കുന്നത് ഖുർആനെയാണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. എന്ത്? മാല ഐനു റഅത് വലാ ഉദുനു സമഅത് എന്ന് പറയുന്നത്.
അപ്പോ എന്നിട്ട് നേരെ ഖുർആൻ പാരായണം ആരംഭിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. സൂറത്തുൽ ഫാത്തിഹയാണ്. ആ ഫാത്തിഹയിൽ എന്താണുള്ളത്? അള്ളാഹുവുമായിട്ടുള്ള മുനാജാത്ത് ആണുള്ളത്, സംഭാഷണമാണുള്ളത്. നമ്മൾ ഒരു കാര്യം പറയും, അള്ളാഹ് തിരിച്ചൊരു കാര്യം പറയും. അങ്ങനെ അള്ളാഹുവുമായിട്ട് എന്താ പറയാ, സംഭാഷണം നടത്തുകയാണ്. സംഭാഷണം എന്താണെന്ന് വെച്ചാൽ എന്താണ് അറിയില്ലേ? എന്താണ് അതിന് പറയുന്നത്? കോൺവെർസേഷൻ അല്ലേ. അപ്പൊ നമ്മളൊരു കാര്യം പറയും, അള്ളാഹു തിരിച്ചു പറയും. അപ്പോ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിനെക്കുറിച്ച് ദീർഘമായിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് സംസാരിക്കുന്നുണ്ട്. ഞാൻ വളരെ ചുരുക്കി പറയാണ്. ഹദീസിൽ വന്നതുപോലെ നമ്മൾ ഒരു കാര്യം ഇവിടെ ഫാത്തിഹയിൽ ഒരു വചനം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അതിന്റെ ആശയം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതോടൊപ്പം എന്ത് ചെയ്യേണ്ടതുണ്ട്? അള്ളാഹുവിന്റെ മറുപടി നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. അതെന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്താ തിരിച്ചു പറയാ? ഹമിദനി റബ്ബി എന്ന് പറയും. അർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹു തിരിച്ചു പറയും എന്ത്? അസ്ന അലയ്യ അബ്ദി. അതുപോലെ തന്നെ മാലികി യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും മജ്ജദനി അബ്ദി എന്ന് പറയും. അല്ലേ? നമ്മളപ്പോ കാത്തിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോ ഫഇദാ ഖാല റഹ്മാനിർ റഹീം വഖഫ ലഹ്ദ, ഒരു സമയം നമ്മൾ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യാം. യംതസിറു ഖൗലഹു അസ്ന അലയ്യ അബ്ദി. അപ്പൊ അള്ളാഹു തിരിച്ചു പറയുന്നത് കേൾക്കാൻ നമ്മൾ കാത്തിരിക്കണം. അങ്ങനെ ഓരോന്ന് പറയുമ്പോ ഫഇദാ ഖാല ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഉലമാക്കളെല്ലാം പറഞ്ഞു സൂറത്തുൽ ഫാത്തിഹയാണെന്ത്? ഖുർആനിന്റെ രഹസ്യം അല്ലേ. ഉമ്മുൽ ഖുർആൻ എന്ന് പറയുന്നത് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയുടെ രഹസ്യം കിടക്കുന്നത് എവിടെയാണ്? ഈ ഒരു ആയത്തിലാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന ഈ ഒരു ആയത്തിൽ. ഇതിനെ ഇനി എന്ത് ചെയ്യുന്നുണ്ട്? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം എത്തുന്നത് വരെ അള്ളാഹു ഓരോന്നിനും തിരിച്ചു പറയുന്നുണ്ട് അല്ലെ. അവസാനം പറയുന്നത് ഹഉലാഇ ലിഅബ്ദി വലിഅബ്ദി മാ സഅൽ, ഇതൊക്കെ എന്റെ അടിമക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അടിമ ചോദിക്കുന്നതെല്ലാം വലിഅബ്ദി മാ സഅൽ എന്ന് പറയുന്നുണ്ട് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പൊ അതിൽ തന്നെ നമുക്ക് മാധുര്യം ആസ്വദിക്കാൻ സാധിക്കും. ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ പറയുന്ന കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള എന്ത് വേണം? ഗ്രാഹ്യം വേണം. അതിലുള്ള തദബ്ബുർ നമുക്ക് വേണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നതിൽ നമുക്ക് തദബ്ബുർ വേണം. എന്താ നമ്മൾ പറയുന്നത് എന്നുള്ളതിൽ. തിരിച്ച് അള്ളാഹു പറയുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കാതോർക്കണം, അതിനെ കാത്തിരിക്കണം എന്നുള്ളത്. അപ്പോ ഇങ്ങനെയുള്ള ഓരോ എന്താ പറയാ കാര്യങ്ങളിലും എന്തുണ്ട്? പിന്നെ ആ ഉബൂദിയത്ത് കിടക്കുന്നുണ്ട്, അള്ളാഹുവോടുള്ള ഉബൂദിയത്ത്. അത് നമ്മൾ ഫാത്തിഹ ഓതുമ്പോഴും ഖുർആൻ ഓതുമ്പോഴും പിന്നീട് റുക്കൂ ചെയ്യുന്ന സുജൂദ് ചെയ്യുന്ന സമയത്തും എല്ലാത്തിലും അതിൻ്റെതായ പ്രത്യേകമായിട്ടുള്ള ഉബൂദിയത്തുണ്ട്. അതിൽ പ്രത്യേകമായ മാധുര്യമുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയിലെ ഓരോ ആയത്തിനും അതിൻ്റെതായ മാധുര്യം ഉണ്ട് എന്നുള്ളതാണ്. ثم لكل آية من آيات الفاتحة عبودية, ഓരോ ആയത്തിനും അതിന്റെ പ്രത്യേകമായ ആരാധന ഉണ്ട്. അതുപോലെ വലൗഖുൻ വജ്ദുൻ വവജ്ദുൻ, അതിന്റെ മാധുര്യമുണ്ട്. അതുപോലെ തന്നെ അതിന്റെ അനുഭവമുണ്ട്. യഖുസ്സുഹ, പ്രത്യേകമായിട്ടുള്ള മാധുര്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോ എന്നിട്ട് അതിന്റെ ഫാത്തിഹയെ വിവരിക്കുന്നുണ്ട്, അതിന്റെ ഓരോ ആയത്തിന്റെയും വിവരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറയാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളത് അള്ളാഹുവെ എന്തിലാണ്? അള്ളാഹുവെ പുകഴ്ത്തലാണ് അവിടെ ഉള്ളത് അല്ലെ. അവിടെ എന്തുകൊണ്ട് പുകഴ്ത്തലാണ്? അള്ളാഹുവിന്റെ പൂർണ്ണതയെ കൊണ്ട് പുകഴ്ത്തലാണ്. അള്ളാഹുവിന്റെ പൂർണ്ണത എന്നുള്ളത് ഫിഅലൻ വവസ്ഫൻ വസ്മൻ, അള്ളാഹുവിന്റെ പ്രവൃത്തികൾ എല്ലാം പരിപൂർണമായിട്ടുള്ളതാണ് അല്ലെ. അതിൽ യാതൊരു പങ്കുകാരുമില്ലാത്തതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സിഫാത്തുകള്, അള്ളാഹുവിന്റെ വിശേഷണങ്ങള്, അള്ളാഹുവിന്റെ നാമങ്ങൾ, ഇതെല്ലാം കൊണ്ട് അള്ളാഹുവെ പുകഴ്ത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ പ്രവൃത്തികളെല്ലാം തന്നെ ഹിക്മത്താണ്, അതുപോലെ തന്നെ റഹ്മത്താണ്, ഈ നമുക്ക് മസ്ലഹത്താണ്, നീതിയാണ് അല്ലെ. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ
സിഫാത്തുകളെല്ലാം തന്നെ പരിപൂർണതയുടെ വിശേഷണങ്ങളാണ്. അള്ളാഹുവിന്റെ നാമങ്ങളെല്ലാം തന്നെ അങ്ങേയറ്റം ഉത്കൃഷ്ടമായിട്ടുള്ള ഭംഗിയുള്ള നാമങ്ങളാണ് അല്ലേ? ഈ ഒരു ഹംദിന് വേണ്ടിയാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തെ മുഴുവൻ പടച്ചിട്ടുള്ളത്. ഖുർആൻ ആയത്തുകൾ ഓരോന്നിനും വന്നിട്ടുണ്ട്. സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് പറയുക? അത് പിന്നെ ഇപ്പോ നമുക്ക് തഫ്സീർ ഇബ്നു കസീർ നമ്മൾ ആദ്യം എടുക്കുക. അതിലാദ്യം നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് ഇതാണ്. ഖുർആനെ കുറിച്ച് പറഞ്ഞിട്ട് ഓരോന്നിനെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് എന്താണ്? ഹംദാണ് പറയുന്നത്. അൽഹംദുലില്ലാഹില്ലദീ എന്താണ് ഖലഖസ് സമാവാതി വൽ അർദ് പറയുന്നുണ്ട്. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ആകാശഭൂമികൾ സൃഷ്ടിച്ചാണെങ്കിലും, അതുപോലെ തന്നെ ജാഇലിൽ മലായികതി റുസുലൻ മലക്കുകളെ സംബന്ധിച്ച് പറയുമ്പോൾ, അതുപോലെ തന്നെ മലായികത്തുകളെ അതുപോലെ തന്നെ എന്താ പറയാ മുർസലീങ്ങളെ നിയോഗിച്ചതിനെ സംബന്ധിച്ച് പറയുമ്പോൾ, അതുപോലെ തന്നെ സ്വർഗ നരകങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത്, ഇങ്ങനെ എല്ലാം ഖുർആനെ സംബന്ധിച്ച് പറയുമ്പോഴൊക്കെ എന്ത് തന്നെയാണുള്ളത്? ഹംദാണുള്ളത്. ഇതിനൊക്കെ അള്ളാഹു നിശ്ചയിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹംദിനാണ്. വലാ തതഹറകു ഫിൽ കൗനി ദർറത്തുൻ ഇല്ലാ ബിഹംദി. ഈ പ്രപഞ്ചത്തില് ഒരു ചെറിയ ഉറുമ്പ് പോലും ചലിക്കുന്നില്ല അള്ളാഹുവിന്റെ ഹംദ് കൊണ്ടല്ലാതെ എന്നാണ്. ഇതിനെല്ലാം വിശദമായിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു തന്നെ സ്വന്തം അലാ ലിസാനിൽ ഖായിൽ സ്വന്തത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? ഹംദ് ചെയ്തിട്ടുണ്ട് അല്ലേ? അള്ളാഹു തന്നെ സ്വന്തത്തെ ഹംദ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അതുപോലെ തന്നെ റബ്ബിൽ ആലമീൻ എന്നതിനെ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അർറഹ്മാൻ റഹീം മാലികി യൗമിദ്ദീൻ ഇതൊക്കെ വിശദീകരിച്ചു. അതിലേക്കൊന്നും ഞാൻ ഇപ്പോൾ കിടക്കുന്നില്ല, സമയമില്ല. എന്നിട്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഈ ഒരു രണ്ട് വചനം എന്ന് പറയുന്നത് വലിയ ആശയങ്ങൾ അടങ്ങുന്ന സംഗതിയാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് തന്നെ അദ്ദേഹത്തിന്റെ അൽ ഫവായിദ് എന്ന കിതാബിൽ ഇതിനെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഇവിടെ രണ്ട് തൗഹീദിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇയ്യാക നഅ്ബുദു, നമ്മൾ തൗഹീദിനെ സാക്ഷ്യപ്പെടുത്താണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രണ്ടും തൗഹീദ് തന്നെ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇവിടെ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് കിട്ടേണ്ടത്, നമുക്ക് അള്ളാഹുവിനെ അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യം അല്ലേ? നമ്മളിവിടെ രണ്ട് കാര്യങ്ങളാണുള്ളത്. അപ്പോ അതിനെ സംബന്ധിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് എന്ത്? വഇൻ മിൻ ഷൈഇൻ ഇല്ലാ വഇൻദനാ ഖസാഇനു. ഏതൊരു കാര്യമുണ്ടോ അതിന്റെയൊക്കെ ഖജനാവ് അള്ളാന്റെ കയ്യിലാണുള്ളത്. അത് നമ്മൾ സമ്പത്തും അതുപോലെ സൗഭാഗ്യങ്ങളുടെ മാത്രമല്ല, ജനങ്ങളുടെ ഹൃദയങ്ങളും അതുപോലെ തന്നെ സൽകീർത്തിയാകട്ടെ എന്തിന്റെ കാര്യമാകട്ടെ അതിന്റെ ഒക്കെ ഖജനാവ് അള്ളാന്റെ കയ്യിലാണുള്ളത്. അപ്പോ അത് അള്ളാഹുവിൽ നിന്നാണ് നമുക്ക് കിട്ടേണ്ടത്. അള്ളാഹിനോട് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ അല്ലേ? അതുകൊണ്ട് തന്നെ ഇപ്പൊ നിസ്കാരത്തെ കുറിച്ച് നമ്മൾ പറയുന്നത്, നിസ്കാരത്തിൽ ഖുശൂ കിട്ടണമെങ്കിൽ, നിസ്കാരത്തിൽ നമുക്ക് ഹലാവത്തും ആ ദൗക്കും ലഭിക്കണമെങ്കിൽ നമ്മൾ ആരോട് ചോദിക്കണം? അള്ളാഹിനോട് ചോദിക്കണം അല്ലേ? നമ്മൾ അടുത്ത് ചോദിക്കാൻ പോകുന്നത് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീമാണ്. അവിടെ ഹിദായത്താണ് ചോദിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹിദായത്ത് എന്ത് തന്നെയാണ്? നിസ്കാരം തന്നെയാണ്. നിസ്കാരത്തിലെ ഹിദായത്ത് തന്നെയാണോ ചോദിക്കുന്നത്? അപ്പൊ ഇത് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്നതാണ്. അള്ളാഹിന്റെ കയ്യിലാണ് എന്തുള്ളത്? അതിലൊക്കെ ഖജനാവുള്ളത്. അതാണ് എന്ത് ഇയ്യാക വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഇസ്തിആനത്ത് നമ്മൾ ചോദിക്കുകയാണ് ചെയ്യുന്നത്. ആ ഇബാദത്തിലുള്ള ഇസ്തിആനത്താണ് ചോദിക്കുന്നത്. സഹായം അള്ളാഹ്ക്ക് മാത്രമായി ഇബാദത്ത് ചെയ്യുന്നതിനുള്ള സഹായം അള്ളാഹിനോട് തന്നെ ചോദിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അള്ളാഹിന്റെ അടുത്ത എല്ലാത്തിന്റെ ഖജനാവുള്ളത്. ഇനി ഇബാദത്ത് എന്ന് പറയുന്നത് എന്താണ്? അതിനെ സംബന്ധിച്ച് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിച്ച് പറയുന്നത് ഫവായിദ് വഅന്ന ഇലാ റബ്ബിക അൽ മുൻതഹ, എല്ലാം അള്ളാഹുവിലേക്കായിരിക്കും ചെന്നെത്തേണ്ടത്. അതിന്റെ ഇടയ്ക്ക് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും എന്തില്ല, ഫലമില്ല. ഇടനിലക്കാരുണ്ടെങ്കിൽ എല്ലാം അള്ളാഹുവിലേക്ക് ചെന്നെത്തണം എന്നുള്ളതാണ്. അതിന് ഇടനിലക്കാരുണ്ടാകാൻ പാടില്ല. എങ്കിൽ മാത്രമാണ് എന്തുള്ളൂ, അതിന് നിലനിൽപ്പുള്ളൂ, അതിന് അള്ളാഹു പരിഗണിക്കുകയുള്ളൂ അല്ലേ? അതുകൊണ്ടാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയുന്നത് മക്കാന ലില്ലാഹി വസൽ മക്കാന ലില്ലാഹി തസൽ
അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന അമലുകൾ മാത്രമാണ് നിലനിൽക്കുകയുള്ളൂ. ബാക്കിയെല്ലാം എന്താ പറയാ, ഇല്ല വമക്കാന ലിഗൈരില്ലാഹി ഇല്ലാ വൻഖതഅ വമഹൽ. അള്ളാഹുവിലേക്ക് അല്ലാതെ ചെയ്യുന്ന അമലുകളെല്ലാം മുറിഞ്ഞു പോകും, അതെല്ലാം ഇല്ലാതായി പോകും, നശിച്ചു പോകും എന്നുള്ളതാണ്. ഈ ഒരു രണ്ട് കാര്യം, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈനിലാണ് ഈ എല്ലാ കാര്യങ്ങളുടെയും രഹസ്യം കിടക്കുന്നത്. അതിന്റെ എല്ലാം ഖുലാസ അതിലാണുള്ളത്. അപ്പോ എന്നിട്ട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് ചോദിക്കും, ഹിദായത്ത് ചോദിക്കുന്നു. അതിൽ എന്തൊക്കെയുണ്ട്? മാരിഫത്തുൽ ഹഖ് ഉണ്ട്, ഹഖ് അറിയാനുള്ള ഹിദായത്ത് ചോദിക്കുന്നുണ്ട് അല്ലേ? ഹക്കിലേക്കുള്ള ഹിദായത്ത്, ഹക്ക് അറിയാനുള്ള തൗഫീഖ് ചോദിക്കുന്നുണ്ട്. ഇനി ആ ഹക്ക് അറിഞ്ഞിട്ട് അതിലെന്ത് ചെയ്യാന്, അതിലുള്ള നിയ്യത്ത് നന്നാവാനുള്ള ഹിദായത്ത് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അതുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ഹിദായത്ത് ചോദിക്കുന്നുണ്ട്, അതിൽ ഉറച്ചു നിൽക്കാനുള്ള ഹിദായത്തും ചോദിക്കുന്നുണ്ട്. 4 കാര്യങ്ങളാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്. പിന്നെ വദ്ദഅവതി ഇലൈഹി, അതിലേക്ക് ദഅവത്ത് ചെയ്യാനും അതിൽ ക്ഷമിച്ച് അടിയുറച്ചു നിൽക്കാനുമുള്ള തൗഫീഖും ചോദിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ത്? പിന്നെ ഈ പറയുന്ന നിസ്കാരം എന്ന് പറയുന്നത്, അതിലുള്ള ഖുശൂ', അതുപോലെ തന്നെ ഹലാവത്ത്, അതിലുള്ള ഇനി അതിന്റെ കബൂൽ എന്ന് പറയുന്ന അള്ളാഹിന്റെ കയ്യിലുള്ളത്. നമ്മൾ നിസ്കാരം അള്ളാഹ് സ്വീകരിക്കാന്നുള്ളത് അത് അള്ളാഹിന്റെ മഹബായിട്ടുള്ള ഫضൽ മാത്രമാണ് അല്ലേ? നമ്മൾ നിസ്കാരം എന്ന് പറയുന്നത് വളരെ എന്താണ് അവസ്ഥയിലുള്ള നിസ്കാരമാണ്. ഇതിനെയും ഉമൂറുൽ ഹിദായ എന്ന് പറഞ്ഞിട്ട് ഹിദായത്ത് ചോദിക്കപ്പെടേണ്ട 9 കാര്യങ്ങൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് എന്ത് ചെയ്യുന്നുണ്ട്, പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളും ഹിദായത്തുമായിട്ടുള്ള അവസ്ഥയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അത് നമുക്കറിയാം 3 അവസ്ഥകളാണുള്ളത്. അതുപോലെ അന്ന് എന്താ പറയാ, ഹിദായത്തിലായ ആളുകൾ, സിറാത്തുൽ മുസ്തഖീമിലുള്ള ആളുകൾ. രണ്ടാമത്തേത് ആരാണ്? അൽ മഗ്ദൂബ് അലൈഹിം, അള്ളാഹിന്റെ ഗളബുള്ള ആളുകൾ. അവർക്ക് എന്താണ്? ഹിദായത്ത് അറിയാം, പക്ഷെ അത് ആ ഹിദായത്ത് കൊണ്ട് അമൽ ചെയ്യുന്നില്ല അല്ലെ? ഹിദായത്തിന്റെ മാർഗം അവർക്ക് അറിയാം. അതാണ് യഹൂദികളുടെ അവസ്ഥ. അതുപോലെ തന്നെ ഈ ഉമ്മത്തിലുള്ള ഉലമാക്കള് അമൽ ചെയ്യാത്ത ഉലമാക്കളുടെ അവസ്ഥയും അത് തന്നെയാണെന്നുള്ളത് ഇമാം സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ 3ാമത്തെ വിഭാഗം എന്ന് പറയുന്നത് രണ്ടും ഇല്ലാത്ത ആളുകളാണ്. അതാണ് ബാല്യങ്ങൾ. അവർക്ക് മാർഗം അറിയില്ല, അതുകൊണ്ട് അമലും ഇല്ല എന്നുള്ളതാണ്. അവരാണ് നസ്രാനികളുടെ ശബഹാണ് ഈ ഉമ്മത്തിൽ അങ്ങനെയുള്ള ആളുകളുടെ അവസ്ഥ എന്നാണ് സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് പറയേണ്ടത് എന്താണ്? ആമീനാണ്. അള്ളാഹുവോട് ഈ ദുആ ഏറ്റവും വലിയ ദുആ ആണ് ഇതിലെ. അതെന്താണ്? ഹിദായത്തിനുള്ള ദുആ ആണ്. എന്നിട്ട് അള്ളാഹിനോട് എന്ത് ചോദിക്കാണ്? അതിന്റെ ഉത്തരം നൽകണമേ എന്നുള്ള ദുആ ആണുള്ളത്. ആമീൻ എന്നുള്ളത് എന്താണ്? അതിലുള്ള അല്ലാഹു മുസ്തജിബ് എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെയാണ് ഇത് ഏറ്റവും വലിയ ഒരു ദുആ ആണ്. അതിൽ അള്ളാഹിനോട് എന്ത് ചെയ്യുന്നു ചോദിക്കുന്നു, അതിൽ എന്തുണ്ട്? അള്ളാഹിന്റെ ഉത്തരം ലഭിക്കുമെന്നുള്ള ഉറപ്പാണ്. അത് നമ്മൾ ഈ രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ എല്ലാം എന്താണ് മനസ്സിൽ അതെല്ലാം ആലോചിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തിരിച്ചുള്ള മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ എന്നിട്ട് ആമീൻ പറയണത് ഉത്തരം ഉറപ്പാണ്. അതുകൊണ്ടാണ് യഹൂദികൾക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യം എന്താണ്? ആമീൻ ഉറക്ക മുസ്ലിമീങ്ങൾ പറയുന്നതാണെന്നുള്ളത് ഹദീസുകളിൽ വന്നതാണ്. അത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അവിടെ പറയുന്നുണ്ട്. പിന്നീട് റുക്കൂ ആണ്. അതുപോലെ റുക്കുവിനെ കുറിച്ചും സുജൂദിനെ കുറിച്ചും പറഞ്ഞിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് നിർത്തുകയാണ്. റുക്കൂ ആണ് പറയുന്നത്. അത് എന്താണ്? കൈ ഉയർത്തിക്കൊണ്ട് എന്നിട്ട് റുക്കുവിലേക്ക് നമ്മൾ പോവുകയാണ് അല്ലെ? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട്. നിസ്കാരത്തില് ഓരോ ഘട്ടത്തിലും തക്ബീറാണുള്ളത്. അത് ഹജ്ജിലെ തൽബീയത്ത് പോലെയാണ് നിസ്കാരത്തിൽ എന്ത് തക്ബീർ എന്നുള്ളതാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്. അങ്ങനെ റുക്കൂ എന്ന് പറയുന്നത് എങ്ങനെയാണ്? വീണ്ടും അള്ളാഹുവെ തക്ബീർ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനയും പ്രകീർത്തിച്ചുകൊണ്ട് അള്ളാഹു തക്ബീർ ചെയ്തുകൊണ്ട് വീണ്ടും റുക്കൂവിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ ശരീരം എന്ത് ചെയ്യാണ്? അള്ളാഹുവിന്റെ മുമ്പിൽ വിനയാന്വിതരായിക്കൊണ്ട് കുനിക്കുകയാണ് ചെയ്യുന്നത്. ശരീരം അതില് തല താഴ്ത്തി ശരീരത്തെ കുനിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു എന്താ പറയാ, ആ ഒരു അങ്ങേയറ്റത്തെ വിനയാന്യതയെ അതിനെ
ശരീരം എന്താണ് കുനിക്കുന്നുണ്ടല്ലേ, അതിനോട് ചേർന്നുകൊണ്ടുള്ള ദിക്റുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, റുക്കൂയിൽ വന്നിട്ടുള്ളത്. സുബ്ഹാന റബ്ബിയൽ അസീം. അതുപോലെ തന്നെ സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്, അല്ലെങ്കിൽ ഇങ്ങനെ ധാരാളം അദ്കാറുകൾ വന്നിട്ടുണ്ട് അല്ലേ. ഇതെല്ലാം എന്താണ്, ആ ഒരു അവസ്ഥയെ, ശരീരത്തിന്റെ അവസ്ഥയോട് യോജിച്ചുള്ള ദിക്റാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഖുദൂ എന്ന് പറയുന്നത് നമ്മുടെ അവസ്ഥയാണ്, റുക്കൂയിലുള്ള ഒരാളുടെ അവസ്ഥയാണ്. അവമത്ത് എന്നുള്ളത് അള്ളാഹുവിന്റെ അവസ്ഥയാണ് അല്ലെ. അങ്ങനെ നമ്മൾ അവിടെ ചെറുതാകണം, അള്ളാഹുവിന്റെ മുമ്പിൽ വിനയാന്വിതരാകണം. അള്ളാഹു ഏറ്റവും ഉപരിയിലാണെന്നുള്ളത് നമ്മൾ ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും എന്ത് ചെയ്യണം, പറയണം. അതാണ് സുബ്ഹാന റബ്ബിയൽ അസീം എന്നതുകൊണ്ട് അള്ളാഹു തഅസീം ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും ഇഅ്തിദാലിലേക്ക് വരുന്നുണ്ട്, നമ്മൾ ഏറ്റവും പരിപൂർണമായ നമ്മുടെ ശരിയായ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നുണ്ട് അല്ലെ. അവിടെയും അതിനൊരു പ്രത്യേക മാധുര്യമുണ്ട് എന്നുള്ളതാണ്. ദീർഘമായിട്ടുള്ള റുക്കൂ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിലുള്ളത്. അത് ഏതുപോലെയാണ്, ഖിറാഅത്ത് എത്ര ഉണ്ടോ അത്രയും റുക്കൂവും സുജൂദും ഉണ്ട്, അത്ര അളവിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പൊ വീണ്ടും എന്താണ്, ഇഅ്തിദാലിലേക്ക് വരികയാണ്. അപ്പൊ അവിടെ പ്രത്യേകമായിട്ടുള്ള എന്തുണ്ട്, ഒരു മാധുര്യമുണ്ട്. അവിടെ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളമായിട്ട് ഹംദ് ചെയ്യുന്നുണ്ട്, പുകഴ്ത്തുന്നുണ്ട്, തംജീദ് ചെയ്യുന്നുണ്ട്. ഖിയാമുൽ ലൈൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നുണ്ട്, ധാരാളമായിട്ട് ഇഅ്തിദാൽ ലിറബ്ബിൽ ഹംദ് എന്ന് പറയാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ അഹ്ലുസ് സനാഇ വൽ മജ്ദ് അഹഖു മാ ഖാലൽ അബ്ദ് എന്നുള്ള അദ്കാറുകളെല്ലാം വന്നിട്ടുണ്ട് അല്ലേ. അതെല്ലാം ധാരാളമായിട്ടുള്ള എന്താണ്, ഹംദുകളാണ്. പിന്നീട് സുജൂദാണ്. സുജൂദിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എല്ലാ അവയവങ്ങൾക്കും ഇബാദത്തുണ്ട്. നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും എന്തുണ്ട്, ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ അവയവങ്ങൾക്കും ഇബാദത്തുണ്ട്. ഒന്നാമതായിട്ട് നമ്മളുടെ നെറ്റി നമ്മൾ എന്ത് ചെയ്യാണ്, ഭൂമിയിൽ വെക്കുകയാണ് അല്ലെ. നമ്മുടെ ഭൂമിയിൽ പ്രത്യേകിച്ച് എന്താണ്, അത് ഏറ്റവും അതിന്റെ ഫീലിംഗ് വരണമെങ്കിൽ മണ്ണിൽ വെക്കണം. റസൂലുള്ളാഹിന്റെ കാലത്ത് മണ്ണിലാണ് സുജൂദ് ഉണ്ടായിരുന്നത്. നമുക്കറിയാം ലൈലത്തുൽ ഖദറിന്റെ അലാമത്ത് പറഞ്ഞത് എന്താണ്, മഴ വന്നിട്ടുണ്ട്. അത് സുബഹിക്ക് മുമ്പിലെ അന്ന് നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും സുജൂദ് ചെയ്തത് എന്തിലാണ്, മഴ വന്നിട്ട് എന്താ പറയുക ഇതായിട്ടുള്ള ചളിയിലാണ് എന്ത് ചെയ്തത്, സുജൂദ് ചെയ്തിട്ടുള്ളത്. ആ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതിന്റെ ഒരു എന്താ പറയാ, അള്ളാഹിന്റെ മുമ്പിലുള്ള ആ ഒരു ദില്ലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അവസ്ഥ മണ്ണിൽ സുജൂദ് ചെയ്യുമ്പോൾ നമ്മെ അള്ളാഹ് പടച്ചുള്ള ഈ മണ്ണിൽ നിന്നാണ് അല്ലെ. ആ മണ്ണിൽ നമ്മളെ തല വെക്കാണ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അത് പറയുന്നു, ലസിയമ അല തുറാബ്, പ്രത്യേകിച്ച് മണ്ണിൽ സുജൂദ് ചെയ്യുമ്പോൾ മുഅഫറൻ ലഹു ബൈന യദി സയ്യിദിഹി, അള്ളാഹിന്റെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യാം, മണ്ണിൽ നമ്മെ ശരീരത്തെ എന്താണ് മണ്ണ് പറ്റിച്ചിട്ട് റാഗിമൻ ലഹു അൻഫുഹു, നമ്മുടെ മൂക്കിനെ അള്ളാഹുവിന്റെ മുമ്പിൽ എന്താണ് നിന്ദിച്ചുകൊണ്ട്, മൂക്കിനെ നമ്മൾ എന്ത് ചെയ്യണം, മൂക്കിനെ നമ്മൾ മണ്ണിൽ വെക്കണം, അല്ലെങ്കിൽ നിലത്ത് വെച്ച് ഉറപ്പിക്കണം എന്നാണ് അല്ലെ. ചില ആളുകൾ സുജൂദ് ചെയ്യുമ്പോ എന്ത് ചെയ്യില്ല, മൂക്ക് ടച്ചാക്കൂല നിലത്ത്. വലിയ തെറ്റാണത്. ചിലപ്പോൾ നിസ്കാരം തന്നെ ബാത്തിലാകാൻ കാരണമാകും അത്. അപ്പോ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണ്, നമ്മുടെ തലയാണ്. ആ തലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നിലത്ത് മുട്ടിച്ചു വെക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോ പണ്ട് റസൂലുള്ളാഹിന്റെ കാലത്തുള്ള അവസ്ഥയിൽ മണ്ണിലാണ് നിസ്കരിക്കുന്നത് വിചാരിക്കുക. നമ്മൾ വെള്ള വസ്ത്രം അല്ലെങ്കിൽ പുതിയ വസ്ത്രം വാങ്ങിയിട്ട് എന്ത് ചെയ്യാം, അള്ളാഹിന്റെ മുമ്പിൽ നിസ്കരിക്കാന്ന് വിചാരിക്കാം. നമുക്ക് കഴിയും ഇന്നത്തെ അവസ്ഥയിൽ മണ്ണിൽ നിസ്കരിക്കാൻ? നമ്മൾ വസ്ത്രത്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്, അല്ല അള്ളാഹ്ക്കാണോ? അവിടെ നമ്മളെ ഒരു പ്രശ്നം കിടക്കുന്നത് അവിടെയാണ് അല്ലേ. സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം, റസൂലുള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലുത് അള്ളയാണ്. അള്ളാഹിന്റെ മുമ്പിൽ എന്ത് ചെയ്യാണ്, ഈ വസ്ത്രത്തെയും ശരീരത്തെയും ഒക്കെ വെക്കുകയാണ്. അപ്പോ അവിടെ പറയുന്നത് എന്താണ്, സുബ്ഹാന റബ്ബിയൽ അഅല, അള്ളാഹുവിന്റെ ഉലൂവിനെയാണ് എന്ത് ചെയ്യുന്നത്, പ്രകീർത്തിക്കുന്നത്, അള്ളാഹുവിന്റെ ഔന്നത്യത്തെ. അള്ളാഹുവാണ് ഏറ്റവും ഉന്നതനായിട്ടുള്ളത്. ഈ പ്രപഞ്ചത്തിന്റെയും ആകാശങ്ങളുടെയും ഒക്കെ ഉപരിയിലാണ് അള്ളാഹു ഉള്ളത് ഇല്ലേ. അപ്പോ ഞാന്
നമ്മുടെ നാട്ടിലുള്ള ഒരു സംവാദ ഘട്ടങ്ങളിൽ പിന്നെ അള്ളാഹു ഉപരിയിലാണെന്നുള്ള തെളിവായിട്ട് തൗഹീദിന്റെ പക്ഷത്തുള്ള ആള് പറഞ്ഞതാണെന്ന് നമ്മൾ ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിലെ കൈയുയർത്തിയാണ് ദുആ ചെയ്യുന്നത്. അള്ളാഹു ഉപരിയിലാണെന്നുള്ള തെളിവാണത്. അപ്പൊ അയാൾ ചോദിച്ചാണ്, അപ്പൊ നമ്മൾ സുജൂദിൽ കിടക്കുമ്പോ അതാണ് അഖ്റബുമായ യകൂനു അൽ അബ്ദു ഇലാ റബ്ബിഹി, ഒരു അടിമ അള്ളാഹുലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുക സുജൂദിൽ ഉണ്ടാവുമ്പോഴാണ് എന്ന് ഹദീസിൽ വന്നില്ല. അപ്പോ അള്ളാഹു പാതാളത്തിലാണ് മണ്ണിലാണെന്നുള്ള തെളിവാണോ എന്നാണ് ഖുറാഫിയായിട്ടുള്ള ആൾ തെളിവ് ചോദിച്ചത്. ശരിക്കും അള്ളാഹു ഏറ്റവും ഉപരിയിലാണെന്നുള്ള തെളിവാണെന്ന് സുജൂദ്. കാരണം എന്താണ്? ഞാൻ ഏറ്റവും താഴെയാണ്, നീ ഏറ്റവും ഉപരിയിലാണെന്നാണ് അവിടെ പറയുന്നത്. സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് നമ്മെ ഭൂമിയിലേക്ക് താഴ്ത്തിക്കൊണ്ട് അള്ളാഹു എന്താണ് ഉയർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോ അവിടെ അതിലേറ്റവും വലിയ അള്ളാഹുവിന്റെ ഒലുവിന്റെ ദലീലാണുള്ളത് അല്ലേ? അപ്പൊ അത് നമ്മുടെ ശരീരത്തോടൊപ്പം നമ്മുടെ മനസ്സും എന്ത് ചെയ്യണം? മനസ്സും നാവുകൊണ്ട് സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അത് വേണമെന്നുള്ളതാണ്. അപ്പോ അതിന്റെ ശരീരം സുജൂദ് ചെയ്യുമ്പോൾ ഫസജദൽ ഖൽബു കമാ സജദൽ വജ്ഹ്, മുഖം സുജൂദ് ചെയ്തതുപോലെ നമ്മുടെ ഹൃദയം സുജൂദ് ചെയ്യേണ്ടതുണ്ട്. വഖദ് സജദ മഅഹു അൻഫുഹു വയദാഹ്, മൂക്കും അതുപോലെ രണ്ട് കൈകളും വറുക്ബതാഹ്, രണ്ട് കാൽമുട്ടുകളും രണ്ട് കാലും എന്ത് ചെയ്യണം? കാൽപാദവും സുജൂദ് ചെയ്യണം. അതുപോലെ തന്നെ അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വശറഅ ലഹു അൻ യുഖില്ല ഫഖിദൈഹി അൻ സാഖിഹി, തൊടയെ കണങ്കാലിൽ നിന്ന് എന്ത് ചെയ്യണം? അകറ്റി നിർത്തണം. നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇറങ്ങിയിട്ടല്ല സുജൂദ് ചെയ്യേണ്ടത്, മറിച്ച് എന്ത് ചെയ്യണം? തൊടയെ എന്ത് ചെയ്യണം? കാലിൽ നിന്ന് അകറ്റിയിട്ട് സുജൂദ് ചെയ്യണം. ആ തൊടയെ എന്തിൽ വഹിപ്പിക്കാൻ പാടില്ല? കാലിൽ വഹിപ്പിക്കരുത്. നമ്മള് ഈ ഒരു കാലിന്റെ ഭാഗത്ത് വഹിപ്പിക്കാൻ പാടില്ല, കണങ്കാലിൽ വഹിപ്പിക്കരുത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വഅബുദൈഹി അൻ ജംബൈഹി, അതുപോലെ തന്നെ നമ്മുടെ ഈ രണ്ട് അബുദുകള്, ഈ മേൽക്കൈ, അത് നമ്മളുടെ എന്ത് ചെയ്യണം? നമ്മുടെ നെഞ്ചിൽ നിന്ന് അകറ്റണം. അതെങ്ങനെയാണ്? ഒന്നുകിൽ ഇങ്ങനെ അകറ്റണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നീണ്ട് നിസ്കരിക്കുമ്പോൾ അങ്ങനെ അകറ്റി നിസ്കരിക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ വബത്നഹു അൻ ഫഖിദൈഹി, വയറ് തൊടയിൽ നിന്ന് അകറ്റണം. അപ്പൊ നമ്മൾ വളരെ നിവർന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നീണ്ടിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? സുജൂദ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. എങ്കിൽ മാത്രമാണ് ലിയഖുദ കുല്ലു ജുസ്ഇൻ മിൻഹു ഹദ്ദഹു മിനൽ ഖുദൂ, എങ്കിലാണ് നമ്മുടെ ഓരോ അവയവങ്ങളും ആ ഒരു എന്താ പറയാ താഴ്മയുടെ വിനയത്തിന്റെ അതിന്റെ വിഹിതം അതിനെടുക്കാൻ സാധിക്കുകയുള്ളൂ. വലാ യഹ്മിലു ബഅദുഹു ബഅദ, അതിൽ ചിലതിന് വഹിക്കാൻ പാടില്ല. ഓരോന്നിനും അതിന്റെ എന്ത് ചെയ്യണം? ഇത് കൊടുക്കണം. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിസ്കാരത്തിൽ നമ്മൾ വസ്ത്രം മടക്കി വെക്കാൻ പാടില്ല എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുടി കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മുടി കെട്ടാൻ പാടില്ല. അതെന്തുകൊണ്ടാണ്? മുടി കെട്ടിക്കഴിഞ്ഞാൽ മുടിക്ക് സുജൂദ് ചെയ്യാൻ സാധിക്കൂല. നീളമുള്ള മുടിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മുടി കെട്ടിവെക്കാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. നിസ്കാരത്തിന് പുറകെ അല്ലാത്ത സമയത്ത് പ്രശ്നമില്ല എന്നുള്ളതാണ്. കാരണം ഇതെല്ലാം സുജൂദ് ചെയ്യണം. ഓരോ അവയവങ്ങളും എന്ത് ചെയ്യണം? അവിടെ സുജൂദ് ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ചെയ്താലാണ്, ശരീരം കൊണ്ട്, നാവുകൊണ്ട്, ഹൃദയം കൊണ്ട് നമ്മൾ സുജൂദ് ചെയ്താലാണ് അവിടെയാണ് അള്ളാഹുവിലേക്ക് നമ്മൾ ഏറ്റവും അടുക്കുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത്. അള്ളാഹുവിലേക്കുള്ള ആ ഖുർബ് എന്നുള്ളത് നമ്മളുടെ എന്താണ്? നമ്മുടെ എന്താ പറയാ മക്കാനിന്റെ ഖുർബല്ലത്, മറിച്ച് എന്താണ്? അള്ളാഹുവിലേക്കുള്ള സാമീപ്യം എന്നുള്ളത് അള്ളാഹു നമ്മെ അവന്റെ ഏറ്റവും സമീപസ്ഥനാക്കി അവന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നമ്മെ ഉൾപ്പെടുത്തും എന്നുള്ളതാണ് അല്ലെ. അഖ്റബ് മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ സുജൂദാണ്. എന്നിട്ട് സുജൂദുൽ ഖൽബിനെ സംബന്ധിച്ച് വീണ്ടും ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, സുജൂദുൽ ഖൽബ് ആണ് ഖുദൂഉഹു താം ലി റബ്ബിഹി, അള്ളാഹുവിനെ ഏറ്റവും പരിപൂർണമായി അള്ളാഹുവിന്റെ മുമ്പിൽ കീഴ്പ്പെടുകയാണ്. അങ്ങനെയുള്ള സുജൂദ് എന്ന് പറയുന്നത് നിസ്കാരത്തിൽ മാത്രമല്ല. ശരിക്കും ആ സുജൂദ് എന്താണ്? എല്ലായ്പ്പോഴും വേണം. അള്ളാഹിനെ കണ്ടുമുട്ടുന്നത് വരെ ആ സുജൂദിലായിരിക്കണം നമ്മൾ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സെലഫുകളിൽപ്പെട്ട ഒരു
വ്യക്തിയോട് ഒരാൾ ചോദിച്ചു, ഹൽ യസ്ജുദുൽ ഖൽബ്, ഹൃദയം സുജൂദിലാവുമോ എന്ന് ചോദിച്ചു, സുജൂദ് ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ വല്ലാഹ്, അത് അള്ളാഹുവാണ് സുജൂദ് ചെയ്യും. സജ്ദതൻ ലാ യർഫഉ റഅസഹു മിൻഹാ ഹത്താ യൽഖല്ലാഹ്, അള്ളാഹിനെ കണ്ടുമുട്ടുന്നത് വരെ ഹൃദയം സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാൻ പാടില്ല. ശരിക്ക് അങ്ങനെയുള്ള സുജൂദാണ് ഹൃദയത്തിന്റെ സുജൂദ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിസ്കാരത്തിൽ എന്തൊക്കെയുള്ളത്? പ്രധാനമായിട്ടും ഇനി ഇവിടെ ഇടയിലെ ഈർത്തത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ തശഹൂദിനെ സംബന്ധിച്ചും സലാത്തിനെ സംബന്ധിച്ചും എല്ലാം വിശദമായിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. അതൊന്നും പറയാൻ നമുക്ക് നേരമില്ല. ഇവിടെ എന്നിട്ട് പറയാണ്, നിസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ 5 എണ്ണമാണ്. ഖിറാഅത്ത്, അല്ലെ? ഒന്നാമതായിട്ട് ഖിറാഅത്ത്, ഖിയാം, നിൽക്കലാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ത്? ചില ആളുകൾക്ക് മുട്ടുവേദന ഉണ്ടാകും, ഊരവേദന ഉണ്ടാകും. അപ്പോ എന്താകാൻ പാടില്ല, അവർക്ക് വേണമെങ്കിൽ ചെയർ യൂസ് ചെയ്യാം. പക്ഷെ നൃത്തം എന്ന് പറയുന്ന കാര്യം നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. അത് അത്രയും എന്താ പറയാ, നിൽക്കാൻ പറ്റാത്ത ഘട്ടത്തിലാണ് നിസ്കാരത്തിൽ ഇരുന്ന് നിസ്കരിക്കാൻ പാടുന്നത്. എന്തില്? ഫർദായ നിസ്കാരത്തില് മുട്ടിന് വേനുള്ളവർ ഇരുന്ന് നിസ്കരിക്കാൻ പാടില്ല. റുക്കൂവിലും സുജൂദിലും വേണേ ഇരിക്കാം. എന്നാൽ ഖിയാം എന്നുള്ളത് റുക്കനാണ്, അല്ലെ? അത് പോയി കഴിഞ്ഞാൽ അത് ഖിയാമിന് നമുക്ക് പറ്റുന്ന ഒരാളാണെങ്കിൽ ഇരുന്ന് നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കാരം ബാത്തിലാണ്. ഭയങ്കര വലിയ തെറ്റാണ് അതെന്ത്, ഇരുന്ന് നിസ്കരിക്കുന്നത്. മുട്ടുവേദനയുള്ള ആളുകൾ നേരെ കസേരയിൽ ഇരുന്ന് ഫുള്ളായിട്ട് നിസ്കരിക്കുന്നത്, അല്ലെ? തുടക്കം മുതൽ അവസാനം വരെ ഇരുന്ന് നിസ്കരിക്കുന്നത്. അപ്പോ ഖിയാം, റുക്കൂഅ്, സുജൂദ്, അതുപോലെ സിക്ർ, ഈ 5 കാര്യങ്ങൾ. അവസാനമായിട്ടുള്ള എന്താണ്? സിക്റാണ്. ഈ 5 കാര്യങ്ങളാണ് നിസ്കാരത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ടാണ് നിസ്കാരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? ഖുർആനിൽ ഈ 5 പേരുകൾ കൊണ്ട് വിളിച്ചിട്ടുണ്ട്. നിസ്കാരത്തിന് ഈ 5 പേരുകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. ഉദാഹരണമായിട്ട് നിസ്കാരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാം എന്ന് വിളിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുമിൽ ലൈല ഇല്ലാ ഖലീല, രാത്രി നിങ്ങൾ ഖിയാമിലാവുക ഇല്ല ഖലീല. അവിടെ എന്താണ്? സല്ലിൽ ലൈല ഇല്ല ഖലീല, രാത്രി നിങ്ങൾ നിസ്കരിക്കുക, അതിന്റെ എന്താണ് കുറച്ച് ഒഴിവാക്കിയിട്ട് ബാക്കി നിങ്ങൾ നിസ്കരിക്കാന്ന് പറഞ്ഞു. വഖൂമു ലില്ലാഹി ഖാനിതീൻ എന്ന് പറഞ്ഞു. അവിടെയും എന്താണ്? സല്ലു ലില്ലാഹി ഖാനിതീൻ എന്നാണുള്ളത്. ഇവിടെ അള്ളാഹു നിസ്കാരത്തെ ഖിയാം എന്നാണ് വിളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഖിറാഅത്ത് എന്ന് വിളിച്ചിട്ടുണ്ട്. വഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? സലാത്തുൽ ഫജ്ർ ആണ്, സുബ്ഹ് നിസ്കാരം. അതിന് അള്ളാഹു വിളിച്ചെന്താണ്? ഖുർആനുൽ ഫജ്ർ. അപ്പൊ ഖിറാഅത്ത് എന്നുള്ളത് ഇവിടെ വിളിച്ചു. അതുപോലെ റുക്കൂ എന്ന് വിളിച്ചിട്ടുണ്ട്. വർക്കഉ മഅർ റാക്കിഈൻ. ഇവിടെ ഉദ്ദേശിക്കുന്നത് സല്ലു മഅൽ മുസല്ലീൻ, നിസ്കാരക്കാരോടൊപ്പം നിങ്ങൾ നിസ്കരിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ നിസ്കാരത്തെ റുക്കൂ എന്ന് വിളിച്ചു. അതുപോലെ നമ്മൾ റക്അത്ത് എന്ന് വിളിക്കാറുണ്ട്, അല്ലെ? റക്അ, അതൊക്കെ റുക്കൂവിന്റെ ഭാഗമാണ്. നിസ്കാരത്തെ മൊത്തത്തിൽ റുക്കൂ എന്ന് വിളിക്കാറുണ്ട്, റക്അ എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ വഇദാ ഖീല ലഹും ഉർകഉ ലാ യർകഊൻ, അവരോട് റുക്കൂ ചെയ്യാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, പറയപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് റുക്കൂ ചെയ്യില്ല. ഖുർആൻ എന്ത് ചെയ്തിട്ടുണ്ട്? നിസ്കാരത്തെ അതുപോലെ തന്നെ സുജൂദ് എന്ന് അല്ലാഹു വിളിച്ചിട്ടുണ്ട്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ. ഇവിടെ വകും മിനസ് സാജിദീൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? വകും മിനൽ മുസല്ലീൻ എന്നാണ്. അതുപോലെ തന്നെ കല്ലാ ലാ തുതിഉഹു വസ്ജുദ് വഖ്തരിബ്. ഇവിടെ വസ്ജുദ് എന്നുള്ളത് എന്താണ്? സല്ലി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സലാത്തിന്, നിസ്കാരത്തെ അല്ലാഹു സിക്ർ എന്ന് വിളിച്ചിട്ടുണ്ട്. വഇദാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അു ഇലാ ദിക്രില്ലാഹ്. അല്ലാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങൾ വേഗത്തിൽ പോകുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. ഇവിടെ ദിക്ർ എന്ന് ഉദ്ദേശിക്കുന്ന നിസ്കാരമാണ്. ഈ കാര്യങ്ങളെ കൊണ്ടൊക്കെ അല്ലാഹു 5 കാര്യങ്ങളാണ് നിസ്കാരത്തിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. 5 കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു നിസ്കാരത്തെ വിളിച്ചിട്ടുണ്ട്, പേര് വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, അശ്റഫു അഫ്ആലിഹി സുജൂദ്, നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തി സുജൂദാണ്. വഅശ്റഫു അദ്കാരിഹ അൽ ഖിറാഅ, നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സിക്ർ എന്താണ്? ഖിറാഅത്താണ്, ഖുർആൻ പാരായണമാണ്. അതുകൊണ്ടാണ്
അള്ളാഹുവിന്റെ റസൂലിന് ആദ്യമായിട്ട് ഇറക്കപ്പെട്ടിട്ടുള്ള സൂറത്ത് ഏതാണ്? സൂറത്തു ഇഖ്റ ആണ് അല്ലെ? ആ സൂറത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ഇഖ്റ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത് ഖിറാഅത്ത് കൊണ്ടാണ്. അവസാനിക്കുന്നത് എങ്ങനെയാണ്? വസ്ജുദ് വഖ്തരിബ്, സുജൂദിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് അവസാനിക്കുന്നത്. അവ്വലുഹു ഖിറാഅ വആഖിറുഹു സുജൂദ്. ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായ രണ്ട് കാര്യങ്ങൾ അല്ലേ? അപ്പോ ഇതാണ് നിസ്കാരത്തെ സംബന്ധിച്ച് ഇനിയും വിശദമായിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മരണം വരെ നിസ്കരിക്കാനുള്ളതാണ്. ഹൃദയത്തിന്റെ നിസ്കാരമാണെങ്കിൽ, സുജൂദാണെങ്കിൽ അള്ളാഹിനെ കണ്ടുമുട്ടുന്നത് വരെയുള്ളതാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുക? നമ്മൾ വളരെ പണിപ്പെട്ടുകൊണ്ട് നമ്മൾ ഇത് എന്താക്കണം? ശരിയാക്കുക. നിസ്കാരത്തിന്റെ റുക്നുകളും വാജിബാത്തുകളും അതുപോലെ തന്നെ സുനനുകളൊക്കെ പഠിക്കുക ഈസിയാണ്. നമ്മൾ പഠിച്ചാൽ മതി അല്ലേ? അതുപോലെ തന്നെ റസൂലുള്ളാഹി നിസ്കരിച്ചതുപോലെ നിസ്കരിക്കാൻ അത് പഠിച്ചാൽ മതി, നമുക്ക് നിസ്കരിക്കാൻ സാധിക്കും. അത് ഏറ്റവും മുഖ്യമായിട്ടുള്ള വിഷയം തന്നെയാണ്. അതിലേറെ മുഖ്യമായിട്ടുള്ള വിഷയം എന്താണ്? നിസ്കാരം അതിലെന്ത് ചെയ്യല്? ഈ തരത്തിൽ അതിൽ ഖുശൂഅോടുകൂടി നിസ്കരിക്കാന്നുള്ളത്, അതിന്റെ നിസ്കാരത്തിന് മാധുര്യം അറിഞ്ഞ് നിസ്കരിക്കാന്നുള്ളതാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ള വിഷയം അല്ലേ? അതാണ് നിസ്കാരത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ നിസ്കരിക്കുന്നത് അല്ലേ? അത് നിസ്കാരം അള്ളാഹു നമുക്ക് നിയമമാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയാണെന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പൊ അത് നടക്കണം നിസ്കാരത്തിൽ. അതെങ്ങനെയാണ് നമുക്ക് സാധിക്കുക? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഒരു കിതാബുണ്ട്, മദാരിജുസ് സാലിഖീൻ എന്നാണ് കിതാബിന്റെ പേര്. ഫി മനാസിലി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നാണ്. അപ്പോ അതെന്താണത്? ഇവിടെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഉബൂദിയത്തിന് ഒരുപാട് മനാസിലുകളുണ്ട്, സ്ഥാനങ്ങളുണ്ട്, തട്ടുകളുണ്ട്. ആ തട്ടുകള് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. അത് ആദ്യമായിട്ട് അള്ളാഹുവിന്റെ മാരിഫത്തുണ്ട്, അതുപോലെ തന്നെ ഇഖ്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ഇതിലെല്ലാം എന്ത് ചെയ്യണം? നമ്മൾ റിയാദ് ചെയ്യണം. റിയാദ് എന്ന് പറയുന്നത് മുജാഹദത്തുൻ നഫ്സാണ്. റിയാദ് എന്നുള്ള പദം നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, മറിച്ച് ഹദീസിൽ വന്നത് എന്താണ്? അത് മുജാഹദത്തുൻ നഫ്സാണ്. അൽ മുജാഹിദു മൻ ജാഹദ നഫ്സഹു. യഥാർത്ഥത്തിൽ മുജാഹിദ് സ്വന്തം നഫ്സിനോട് ജിഹാദ് ചെയ്തവനാണ്. അത് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ശീലിപ്പിക്കുക. നമ്മളൊരു കാര്യം, ഇപ്പൊ ഇഖ്ലാസ് എന്ന് പറയുന്നത് സെലഫുകൾ എന്താ പറയുക? ഇഖ്ലാസ് നേരെയാക്കാൻ വേണ്ടി വർഷങ്ങൾ എടുക്കാറുണ്ട്. അത് പഠിച്ച് അത് പരിശീലിപ്പിക്കും. നമ്മുടെ നഫ്സിനെ പരിശീലിപ്പിക്കുകയാണ് ചെയ്യുക വർഷങ്ങൾ എടുത്തുകൊണ്ട്. അങ്ങനെ ഇപ്പോ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി പറയുന്നത് എന്താണ്? ഞാൻ എന്ത് ചെയ്ത് പിന്നെ ഇഖ്ലാസ് ശരിയാക്കി 40 വർഷം എടുത്തിട്ടാണ് ശരിയാക്കിയെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത് ഓരോന്ന് ശരിയാക്കാൻ എന്ത് ചെയ്യണം? നിസ്കാരം ശരിയാക്കാൻ വർഷങ്ങൾ എടുക്കും. നമ്മളത് എടുത്ത് ശരിയാക്കിയാൽ മാത്രമേ ഫലമുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എന്താണ്? നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എന്താ പറയാ? ആമിലത്തുൻ നാസിബ, പണിയെടുത്ത് ക്ഷീണിച്ച് എന്താ പറയുക? നേരെ നരകത്തിലേക്കായിരിക്കും പോവുക. അതുകൊണ്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ ഇത് ശരിയാക്കുക. നിസ്കാരത്തെ നമ്മൾ എന്ത് ചെയ്യുക? ശരിയാക്കുക അല്ലെ? ഈ അതിന്റെ റൂഹിനെ നമുക്ക് അതിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് അതിനുള്ള മുജാഹദത്ത് നമുക്ക് വേണ്ടതുണ്ട്. അത് നിസ്കാരമാണെങ്കിലും ഇഖ്ലാസ് ആണെങ്കിലും അങ്ങനെ പറയുന്ന എല്ലാ കാര്യങ്ങളും, മനാസിൽ സൈരീൻ, അള്ളാഹുവിലേക്ക് യാത്രയാകേണ്ട എല്ലാ മനാസിലുകളും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? പണിപ്പെട്ട് ശരിയാക്കേണ്ടതുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്കുള്ള ഒരു സൂചന മാത്രമാണ് ഇന്നത്തെ ഒരു ക്ലാസ്. അപ്പോ അത് പഠിക്കാൻ നമ്മൾ ശ്രമിക്കുക. എങ്ങനെ നമുക്ക് ഫലപ്രദമായിട്ട് നമുക്ക് നിസ്കരിക്കാം, ഏറ്റവും അതിന്റെ റൂഹ് ഉൾക്കൊണ്ടുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ പഠിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. അതിനുള്ള ഹിദായത്ത് അള്ളാഹിനോട് ധാരാളമായിട്ട് ദുആ ചെയ്യുക. അള്ളാഹിന്റെ അടുക്കലാണ് അതിന്റെയും എന്തുള്ളത്? ഖജനാവും അള്ളാഹിന്റെ അടുത്താണുള്ളത്. അതിന്റെ ഹിദായത്തും അള്ളാഹിന്റെ അടുക്കലാണുള്ളത്. തൗഫീഖ് അള്ളാഹിന്റെ അടുത്താണുള്ളത് അല്ലേ? വല്ലാഹു കരീം. അപ്പോ നസ്അലുല്ലാഹ സുബ്ഹാനഹു വ തആല التوفيق والسداد. وهذا والله أعلم، وصلى الله وسلم على نبينا محمد والحمد لله رب العالمين. അപ്പോ ഇൻഷാ അല്ലാഹ് ഇനി എല്ലാ ബുധനാഴ്ചയും വ്യാഴാഴ്ചയാണ് ഇവിടെ ക്ലാസ് ഉണ്ടാവുക. വേറെ വേറെ വിഷയങ്ങളിലായിരിക്കും ഇൻഷാ അല്ലാഹ്.
അപ്പൊ നാളെ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ് ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ബയോഗ്രഫിയാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. മഗ്‌രിബിന് ശേഷം ഇശാ വരെ ഉണ്ടാവുള്ളൂ ഇൻഷാ അല്ലാഹ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അഷ്ഹദു അല്ലാ ഇലാഹ